വിശ്വസിക്കും ഞാൻ. വരും കാലമൊക്കെയും ഹായ്, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തന്നെ നാമത്തിൽ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾക്ക് വന്ദനം. നിങ്ങളെ ശുശ്രൂഷിക്കുന്നത് കർത്താവ് നൽകിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരിക്കൽ കൂടെ തിരുവെഴുത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഈ ഒരു ഞായറാഴ്ച നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഒരുമിച്ച് കൂടാൻ അവസരങ്ങൾ ലഭിച്ചില്ല. ഇന്നയോടെ ഏകദേശം 18 ഞായറാഴ്ചകൾ കഴിഞ്ഞു. ക്രിസ്തീയ സഭയുടെ കൂട്ടായ്മകൾ ഒരുമിച്ച് കൂടിയിട്ട് ഏകദേശം 18 ആഴ്ചകൾ ആയി നാം ഭവനങ്ങളിലാണ്. എങ്കിലും കഴിയുന്നിടത്തോളം നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്ക് തിരുവെഴുത്തുകളെ കൊടുക്കാനായിട്ട് നാം ശ്രമിക്കാറുണ്ട്. ICF സമൂഹത്തിലെ പ്രിയപ്പെട്ടവരെ വന്ദനം ചൊല്ലുന്നു. മറ്റ് എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഏറ്റവും ബഹുമാന്യരായ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ വന്ദനം. അറ്റ്ലീസ്റ്റ് കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നെങ്കിൽ നിശ്ചയമായും അത് ദൈവം നൽകിയ ഒരു വലിയ പദവിയായി, പ്രിവിലേജായിട്ട് തന്നെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സഭയുടെ ശുശ്രൂഷകനായി ആയിരിക്കുന്നു. ഈ ഞായറാഴ്ചയും ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റൊരു മുഖവര കൂടാതെ നാം തിരുവെഴുത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു കൊണ്ടുവരുന്ന തിരുവെഴുത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിരുവെഴുത്താണ്. അതിങ്ങനെയാണ്: യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാത്ത ഒരു വാക്യം കൂടെയാണ്. ആ വാക്യത്തിനകത്താണ് ദൈവത്തിൻ്റെ അജണ്ട, സർവശക്തനായ ദൈവത്തിൻ്റെ അജണ്ട കർത്താവ് വെളിപ്പെടുത്തുന്നത്. അവിടെയാണ് ഞാനത് വായിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വാക്യം. ഇസ് എ ഗോൾഡൻ വേർഡ് ഇൻ ദ ബൈബിളിലെ ഗോൾഡൻ വേഴ്സ് ആണ്. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 60. ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും എവറിബഡി നോസ് ദിസ് വേഴ്സ്, ബട്ട് many of the people, they do not know what is the reality of the verse. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഏതൊരു സൺഡേ സ്കൂൾ സ്റ്റുഡൻറ്റിനും അറിയാവുന്ന വാക്യം. പക്ഷെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ വാക്യത്തെ ചുറ്റിപ്പറ്റി ഒരാഴ്ചയായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകം എന്താണ്, ഭൂമി എന്താണ് എന്ന ചിന്തയാണ് നാം ഒരാഴ്ചയായി പഠിക്കുന്നത്. മേ ബി ഇതൊരു പക്ഷേ നമ്മൾ ഈ ചിന്തയുടെ സമാപന ചിന്തയായിട്ടായിരിക്കും വരാൻ പോകുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. 17-ാം വാക്യം: ദൈവം തൻ്റെ പുത്രനെ, ഞാൻ പറയുന്നത് സ്വർഗത്തിൻ്റെ അജണ്ടയാണ്. നമുക്കൊരു അജണ്ട വേണം, സഭയ്ക്കൊരു അജണ്ട വേണം, കർത്താവിൻ്റെ മക്കൾക്ക് അജണ്ടകൾ ഉണ്ടായിരിക്കണം, ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ അജണ്ട ദാണ്ടെ ഈ വാക്യത്തിൽ വ്യക്തമാക്കുക. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാൻ അല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. God sent his son to save the world is the agenda of heaven. ദൈവത്തിൻ്റെ അജണ്ടയാണത്. So God so loved the world and he gave his only begotten son to save the world, the cosmos. The cosmos means the governing authority, the power of influence, the power of സിസ്റ്റത്തെ അല്ലെങ്കിൽ വേൾഡ് സിസ്റ്റത്തെ മുഴുവൻ രക്ഷിപ്പാൻ സ്നേഹിച്ച് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മാസ് അജണ്ടയാണിത്. ഈ അജണ്ടയിലാണ് നാം നിൽക്കേണ്ടത്. ഈ അജണ്ടയുടെ പുറകിലാണ് കർത്താവിൻ്റെ വിശുദ്ധ സഭ അണിചേരേണ്ടത്. സ്വർഗം വെച്ചിരിക്കുന്ന അജണ്ടയുടെ പുറകിലായിരിക്കണം സഭയുടെ പ്രവർത്തനം. അല്ല എങ്കിൽ സഭ ഉപയോഗശൂന്യമായ ഒന്നായി മാറും. ഞാൻ ഇന്ന് ഒരു ടൈറ്റിൽ ഇന്നയുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഇട്ടായിരുന്നു: ലക്ഷ്യം നഷ്ടപ്പെട്ട ഭൂമിയിൽ ലോകത്തിന്
അതായത് ലക്ഷ്യമില്ലാത്ത ലോകത്തിൽ ഉപയോഗശൂന്യമായ സഭ. അല്പം ഒരു സ്കെയറി ആയിട്ടുള്ള ഒരു അത്ര ഗുഡായിട്ടുള്ളൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലായിരിക്കും അത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. മേ ബി ക്രിറ്റിസിസം ചെയ്യാൻ ചാൻസ് ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ലക്ഷ്യമില്ലാത്ത ലോകത്ത്, സൊല്യൂഷൻസ് ഇല്ലാത്ത ലോകത്ത് ഉപയോഗശൂന്യമായ സഭ എന്നൽപ്പം രോഷം കൊള്ളാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ ഇട്ടത്. അതൊരു റിയാലിറ്റിയാണ്. കാരണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ ഈ വാക്കുകൾ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത ഭൂമിയിലെ മനുഷ്യരെ സ്നേഹിച്ചു, സ്നേഹിച്ച മനുഷ്യരെ എല്ലാവരെയും കൂടെ അവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുക്കുന്നു, വിശുദ്ധിയോടെ അവരെ നിർത്തുന്നു, വേർപാടോടെ അവരെ നിർത്തുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ പൊതുവായി ക്രൈസ്തവ സഭയെ വളരെ ശക്തിയോടെ ഗ്രസിച്ചിരിക്കുകയാണ്, വിഴുങ്ങിയിരിക്കുകയാണ്. സോ ഇറ്റ്സ് മൈ ഹംബിൾ അറ്റംപ്റ്റ് ടു ചേഞ്ച് ദ സിസ്റ്റം. സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ചെറിയ അറ്റംപ്റ്റാണ്. ഇതിൻ്റെ പങ്കാളികളാകുന്ന ഓരോരുത്തർക്കായി സ്തോത്രം. ദൈവം ഈ ചിന്തയോടെ എഴുന്നേൽപ്പിക്കുന്ന സകലരെയും അനുഗ്രഹിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കും. ധീരന്മാരായി ദൈവത്തിൻ്റെ പടയാളികളായി നമുക്ക് എഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു വന്നു, ഈ ഭൂമിക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഭൂമി ദൈവം മുമ്പിൽ ക്ലിയറാണ്. ഭൂമിക്ക് ഒരു പ്രശ്നവുമില്ല. ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അത് പെർവേർട്ടഡായിപ്പോയ, വീഴ്ച പറ്റിപ്പോയ വേൾഡ് സിസ്റ്റത്താൽ സംഭവിക്കുന്നതാണ്. ഭൂമി നാച്ചുറലി ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടിക്ക് ഒരു കുഴപ്പവും ഇത്ര കോടി വർഷങ്ങളായിട്ടും സംഭവിച്ചിട്ടില്ല. പക്ഷെ സംഭവിച്ചത് സിസ്റ്റം ഫോൾ ആയതുകൊണ്ട്, മനുഷ്യരാശി ആ സിസ്റ്റത്തിനകത്ത് അടിമപ്പെട്ടതുകൊണ്ട്, ഈ സംവിധാനങ്ങളുടെ പോരായ്മയാണ് ഭൂമിയുടെ നാശത്തിന് കാരണമായിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞൊരു ഫൈനൽ മെസ്സേജ് എന്നോണം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ചില ആശയങ്ങൾ പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ ലോകം ദൈനംദിനം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, വലിയ വലിയ മാറ്റങ്ങൾ. ഒരു അർത്ഥത്തിൽ ഈ 2020 ആരംഭിക്കുന്ന സമയത്ത് ആരും ചിന്തിച്ചിട്ടില്ല ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന്. നാം കുറേ നാളുകൾ ഭവനങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുമെന്ന്. ആരും ചിന്തിച്ചിട്ടില്ല വീട്ടുകാരില്ലാതെ, കൂട്ടുകാരില്ലാതെ, സഭയില്ലാതെ, സഭായോഗമില്ലാതെ സഭ അടച്ചിടുന്നൊരു കാലഘട്ടം ചിന്തയിൽ പോലും വന്നിട്ടില്ല. പക്ഷേ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹം. ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചേഞ്ച് സംഭവിക്കുന്ന ലോകത്ത് ദൈവം തൻ്റെ മക്കളെ എന്തിനാണ് ആക്കിയിരിക്കുന്നത്? സഭ എന്താണ്? ഈ മാറ്റത്തിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റത്തിൽ സഭയുടെ പങ്കെന്താണ്? നമ്മളിന്ന് അല്പമായിട്ട് ഒന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. സഭയുടെ പങ്കാളിത്തം എന്താണ്? അനേക വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ നടന്ന ഒരു എന്താ പറയുന്നത്, ഒരു അനലൈസ് ചെയ്യുക, ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ അവർ റിസർച്ച് ചെയ്തെടുത്ത ഒരു റിപ്പോർട്ട്, അവരന്വേഷിച്ച് കൊണ്ടുവന്ന ഒരു റിപ്പോർട്ട്, സഭയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട്. ഇങ്ങനെയാണ്, ചില വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഭൂമി അല്ലെങ്കിൽ ലോകത്തിൻ്റെ സിസ്റ്റം പോകുന്നതിനേക്കാൾ ഏകദേശം ഒരു 40 വർഷം, 30 മുതൽ 40 വർഷം വരെ പുറകിലാണ് സഭ. അതായത് ഈ ഭൂമിയുടെ, ലോകത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ പിറകിലാണ്, ഏകദേശം ഒരു 40 വർഷത്തോളം പിറകിലാണ് സഭ എന്ന ഒരു അനലൈസിങ് എന്ന ഒരു റിസർച്ച് അമേരിക്കയിൽ നടന്നു. അതിനെക്കുറിച്ചുള്ളൊരു പഠനം നടന്നു, അപഗ്രഥിച്ച് പഠനം നടന്നു. ശരിയാണ്, 40 വർഷമല്ല, അതിൽ കൂടുതലാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും സഭ ഉടനെ അതിനെ റിയാക്ട് ചെയ്യുന്നവരാണ്. ചർച്ച് ഇന്ന് റിയാക്റ്റീവാണ്. 2 തരത്തിലെ ആക്ടിവിറ്റിയാണുള്ളത്. ഒന്ന് റിയാക്റ്റീവ് പീപ്പിളും പ്രൊആക്റ്റീവ് പീപ്പിളും. പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതെന്താ പറയുന്നത്? പ്രൊആക്റ്റീവ്. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുന്ന ജനമാണ്. സഭയുടെ ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ പ്രതികരണമാണ്. മലയാളത്തിൽ ആ വാക്ക് പ്രൊആക്റ്റീവ് മീൻസ് പ്രേരണ കൂടാതെ സംരംഭങ്ങളിൽ മുൻകൈ എടുക്കാനുള്ള സന്നദ്ധത, അല്ലെങ്കിൽ വിതൗട്ട് എനി സാഹചര്യങ്ങളെ നിയന്ത്രിച്ച്
അതിനെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കാനുള്ള പ്രവണതയുടെ വേണം പ്രൊആക്റ്റീവ്. രണ്ട് തരത്തിൽ ആക്ടിവിറ്റിയാണുള്ളത്. നമ്പർ 1 റിയാക്റ്റീവ് ആൻഡ് പ്രോ ആക്റ്റീവ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ചർച്ച്, the ecclesia, the diplomatic center of the Almighty God, the consulate of God, the senate of the King of Kings. ഇതിൽ കൂടുതൽ സഭയ്ക്ക് വിവരണം കൊടുക്കേണ്ട ആവശ്യമില്ല. The church is reactive. സഭ റിയാക്റ്റീവ് ആയതിൻ്റെ കാരണം സഭയ്ക്ക് ഈ സ്പീഡുള്ള ലോകത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ അടുക്കിലേക്ക് പോകാനോ അതിൻ്റെ വേഗതയിലെത്താനോ സഭയ്ക്ക് കഴിയുന്നില്ല. സഭ അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെ റിയാക്ട് ചെയ്യും. ഇതാണ് നമ്മൾ ലോകത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണം, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച കാലത്ത്, കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുമ്പോൾ സഭ അന്ന് പറഞ്ഞു ഇതാണ് മൃഗം, വെളിപ്പാട് പുസ്തകത്തിലെ മൃഗം ദാണ്ടെ വന്നിരിക്കുന്നു. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഏറ്റവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഭൂമി കണ്ടുപിടിച്ചപ്പോൾ ഈ ഭൂമിയുടെ ചേഞ്ച് കൊണ്ടുവരേണ്ട, മാറ്റം കൊണ്ടുവരേണ്ട സഭ ഈ കമ്പ്യൂട്ടറിനെ നോക്കിയിട്ട് പറഞ്ഞത് ഇത് വെളിപ്പാട് പുസ്തകത്തിലെ മൃഗമാണ്. കുറച്ചു കാലം അങ്ങോട്ട് കഴിഞ്ഞു, ടെലിവിഷൻ കണ്ടുപിടിച്ചു. ടെലിവിഷനൊക്കെ ഇതിന് മുമ്പുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ക്രമമായിട്ട് പറയില്ല. ടെലിവിഷൻ കണ്ടുപിടിച്ചു. സഭ പറഞ്ഞു ഇത് വിഡ്ഢിപ്പെട്ടിയാണ്, ഇത് പിശാചാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഭൂമിക്ക് എന്തെങ്കിലും ഒരു പുരോഗതി സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ഭൂമിയിൽ ആരെങ്കിലും ചെയ്താൽ സഭ ആ നിമിഷം ആ കാര്യത്തോട് റിയാക്ട് ചെയ്യും. ടെലിവിഷൻ കണ്ടുപിടിച്ചു ഉടനെ പറഞ്ഞു അത് വിഡ്ഢിപ്പെട്ടിയാണ്. അന്ന് കേരളത്തിലും ഇതുപോലുള്ള ഫാരിസിസം നിലനിൽക്കുന്ന എല്ലായിടങ്ങളിലും പാസ്റ്റേഴ്സ് വളരെ ശക്തിയോടെ പ്രസംഗിച്ചു, നിങ്ങളുടെ വീട്ടിനകത്ത് ഇത് വെക്കരുത്, ഇത് പിശാചിന്റെ പെട്ടിയാണ്, ഇത് സാത്താന്റെ പെട്ടിയാണ്, ഇത് വിഡ്ഢിപ്പെട്ടിയാണ്. അപ്പം നോക്കിക്കേ, ചർച്ച എത്രത്തോളം 10-30 വർഷം ലോക സിസ്റ്റത്തെക്കാൾ പിറകിലാണ് സഭ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ടെലിവിഷൻ വന്നു, ടെലിവിഷനെ എതിർത്തു. കമ്പ്യൂട്ടർ വന്നു, കമ്പ്യൂട്ടറിനെ എതിർത്തു. കുറച്ച് അതിനു മുമ്പ് തന്നെ റേഡിയോ വന്നിരുന്നു. റേഡിയോ വന്നപ്പോഴും സഭ പറഞ്ഞു നോ ഇറ്റ്സ് ഡിമോണിക് ആണ്, ഇതൊന്നും ദൈവമക്കൾക്ക് പാടുള്ളതല്ല, നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാൻ പാടില്ല, നമ്മൾ ഇത് കേൾക്കാൻ പാടില്ല. സിനിമ വന്നു. അപ്പൊ സിനിമ വന്നപ്പോൾ സഭ പറഞ്ഞു സിനിമ പൈശാചികമാണ്, ആരും അത് കാണാൻ പാടില്ല. TV വന്നപ്പോൾ പറഞ്ഞു നാം അത് വീട്ടിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വീട്ടിൽ TV ഇല്ലാത്ത എത്രയോ പാസ്റ്റേഴ്സിനെ എനിക്കറിയാം. അവരുടെ പിള്ളേർ ഇപ്പം 3-4 TV ഉപയോഗിക്കുന്നു, അത് വേറെ കാര്യം. കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞു അത് വെളിപ്പാട് പുസ്തകത്തിലെ മൃഗമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ഇന്റർനെറ്റ് വന്നു. ഇന്റർനെറ്റ് വന്നപ്പോൾ ചർച്ച് പറഞ്ഞു നിങ്ങൾക്കറിയാമോ WWW, ഈ 3 സംഖ്യ എന്താണെന്ന് അറിയാമോ? WWW എന്ന് പറഞ്ഞാൽ 666 ആണ്. സോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പിശാചാണ്, സാത്താനാണ്, ആന്റി ക്രൈസ്റ്റ് ആണ്. ശ്രദ്ധിക്കണം, ഇന്ന് ഭൂമിക്ക് എന്ത് പുരോഗതി വന്നാലും ഈ പുരോഗതിയെ അംഗീകരിക്കാൻ കഴിയാതെ റിയാക്ട് ചെയ്യുന്ന ഒരു ഉപയോഗശൂന്യമായ സംവിധാനമാണ് ക്രിസ്തുവിൻ്റെ സഭ ഈ ഭൂമിയിൽ. ദേ ആർ ഓൾവേസ് റിയാക്ടിങ്. കുറച്ചു കാലത്തിന് മുമ്പ് ആധാർ വന്നു. ആധാർ വന്നപ്പോൾ പ്രസംഗകന്മാരുടെ പ്രസംഗം ആധാർ കണ്ടുപിടിച്ചിരിക്കുന്നു, ഇത് അന്തിക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. ഈ പറഞ്ഞ കക്ഷികളെല്ലാം വിഡ്ഢിപ്പെട്ടിയായ TV അവരുടെ വീട്ടിലുണ്ട്, ബെഡ്റൂമിലുണ്ട്, ഡൈനിങ് ഹാളിലുണ്ട്, അവരുടെ സ്പെഷ്യൽ ഗസ്റ്റ് റൂമിലുണ്ട്, അവരുടെ പ്രാർത്ഥനാ മുറിയിലുണ്ട്. ഒരു വീട്ടിൽ പല വിഡ്ഢിപ്പെട്ടികൾ ഇപ്പോൾ വന്നു. വെളിപ്പാട് പുസ്തകത്തിലെ മൃഗമാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ പ്രസംഗിച്ചവന്റെ വീട്ടിൽ അവന്റെ മക്കൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്, അവരുടെ മകൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു, ഇവന്റെ വീട്ടിലുമുണ്ട് കമ്പ്യൂട്ടർ. നോക്കിക്കേ, ഇവരുടെ വീടുകൾക്കകത്ത്, ഇവരുടെ ബെഡ്റൂമിനകത്ത് വെളിപ്പാട് പുസ്തകത്തിലെ മൃഗം വെളിപ്പെട്ടു. റേഡിയോ അതും വെളിപ്പെട്ടു. ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിപ്പെട്ടി, വീട് നിറച്ചായി. തീർന്നിട്ടില്ല, ഇന്റർനെറ്റ്. ഇന്നവര് സുവിശേഷം WWW അത് നേരത്തെ പറഞ്ഞു ആന്റി ക്രൈസ്റ്റ് ആണ്, 666 ആണ് എന്ന് പറഞ്ഞു. ഇതിന്റെ പിറകിൽ അത് വെളിപ്പാട് പുസ്തകത്തിലെ മുദ്രയാണെന്ന് പറഞ്ഞ് ഇന്റർനെറ്റിനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത സഭ. ഇത് പ്രാകൃത മനുഷ്യരല്ല, ആമസോൺ കാട്ടിൽ താമസിക്കുന്ന
അല്ലെങ്കിൽ ആദിവാസികളല്ല, ഈ സാംസ്കാരിക ലോകത്തെ കണ്ടിട്ടില്ലാത്തവരല്ല, ഈ സമൂഹത്തിൽ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സഭയാണ് ഇതുപോലെയുള്ള എല്ലാ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെയും കൃത്യമായി വിമർശിക്കാൻ റിയാക്ട് ചെയ്യുന്നു. ചർച്ച് ഇന്ന് റിയാക്റ്റീവ് പൊസിഷനിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സഭയ്ക്ക് ഉപയോഗശൂന്യമിൽ ആയ നമ്മുടെ കേരളത്തിൽ ഇന്ന് പ്രതിപക്ഷം എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ് ലോകത്തിൽ കർത്താവിൻ്റെ സഭ. പിണങ്ങരുത്, ഞാൻ ഒരു പാർട്ടി നോക്കിയല്ല പറഞ്ഞത്. ഇത്രയും പ്രതിസന്ധിയുടെ നടുവിൽ ഭരണപക്ഷം പ്രതിപക്ഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ അനലൈസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രതിപക്ഷം എന്താ ചെയ്യുന്നത്? ദേ ആർ റിയാക്ടിങ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനും റിയാക്ട് ചെയ്യുകയാണ്. പക്ഷെ വാസ്തവത്തിൽ ചർച്ച് റിയാക്റ്റീവ് പൊസിഷനിലല്ല നിൽക്കേണ്ടത്, ചർച്ച് പ്രോ ആക്റ്റീവ് പൊസിഷനിലാണ് നിൽക്കേണ്ടത്. പ്രോ ആക്റ്റീവ് ആയി നിൽക്കേണ്ട സഭ റിയാക്റ്റീവായി മാറി. ടെലിവിഷൻ പിശാചാണ്, ഇന്റർനെറ്റ് അന്തിക്രിസ്തുവാണ്, ആധാർ കാർഡ് പിശാചിന്റെ മുദ്രയാണ്, ചിപ്പ്. ഇനിയിപ്പോൾ ചിപ്പ് കണ്ടുപിടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, അതാണ് ഇത് കുറിച്ച് വെച്ചോണം. ഇതൊരു പ്രവചനമല്ല, സത്യസന്ധമായ ഒരു കാര്യം പറയുക. ചിപ്പ് എന്ന് പറയുന്ന സംഭവം ലോകം മുഴുവൻ പ്രാബല്യത്തിൽ വരും. ഇവിടുത്തെ ഉപദേശിമാരുടെ അവൻ്റെ എല്ലാം കയ്യിലും കൊണ്ട് കൂത്തും. നിശ്ചയമായിട്ടും ഇത് പിശാചാണ്, എടുക്കാൻ പാടില്ല, ഇത് അന്തിക്രിസ്തു എന്ന് പറയുന്നവനെല്ലാം ഈ ചിപ്പുമായിട്ട് നടക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഈ ടെലിവിഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ കുറിച്ച് വെച്ചു. ഇതാരെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചു, ഇന്നത്തെ ഡേറ്റ് കുറിച്ച് വെച്ച് അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണം. ഇതിനെ എതിർക്കുന്ന സകല ഉപദേശിമാരും ഇതിനെ എതിർക്കും. കാരണം ലോകത്തിൽ എന്ത് നല്ലത് സംഭവിച്ചാലും അതിനോട് റിയാക്ട് ചെയ്യുന്ന ഒരു തിന്മയുടെ മനോഭാവമാണ് ക്രിസ്തുവിൻ്റെ സഭയ്ക്കുള്ളത്. ക്രിസ്തുവിൻ്റെ സഭ ചേഞ്ചസിനോട് പൊരുത്തപ്പെടുന്നില്ല. ഇതാണ് പ്രശ്നം. കാരണം സഭയ്ക്കൊരിക്കലും ചേഞ്ചസിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ചേഞ്ചസ് എന്ന് പറയുന്നത്, മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്, മാറാത്തതൊന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ചേഞ്ചസ് ആർ പെർമനന്റ്, നിർബന്ധമായും നിരന്തരമായും സംഭവിക്കേണ്ടതാണ് മാറ്റങ്ങൾ. അപ്പൊ സഭ മാറ്റങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നാം റിയാക്റ്റീവ് മോഡിൽ നിന്ന് പ്രോ ആക്റ്റീവ് മോഡിലേക്ക് പോകണം. റിയാക്ട് ചെയ്യുന്നതിന് പകരം പ്രോ ആക്റ്റീവ് ആകണം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, സയൻസ് എന്ത് ചെയ്താലും ആദ്യം അതിനെ എതിർക്കുന്നത് സഭയാണ്. കാരണം സഭ ഭയത്തിലും ഭീരുത്വത്തിലും ഉപയോഗശൂന്യമായി ജീവിക്കുകയാണ്. ഇന്ന് നാം ലോകത്ത് കാണുന്ന സഭ 90% സഭയും ഉപയോഗശൂന്യമാണ്. അവരിന്ന് ഇവർ പ്രസംഗിക്കുന്നത് പോലെ യേശു വന്ന് ഇവരെ അങ്ങ് എടുത്തുകൊണ്ട് പോയാലും ഈ ഭൂമിക്ക് ഒരു ചുക്കും സംഭവിക്കത്തില്ല. കാരണം ഈ സൂത്രങ്ങൾ ഇവിടെ ഇരുന്നിട്ടും ഒരു ചുക്കും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരിവിടെ ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. അപ്പൊ ഇവരില്ലാതെ പോയാലും ഒരു കാര്യവുമല്ല. എന്ന് പറഞ്ഞാൽ ചർച്ച എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിലെ ചർച്ച ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതും പ്രയോജനമില്ല, ഇല്ലാതിരിക്കുന്നത് പ്രോബ്ലവും ഇല്ല. ഇവരിവിടെ ഇരുന്നാലും പ്രശ്നമില്ല, പോയാലും പ്രശ്നമില്ല. കാരണം ഇത് ഉപയോഗശൂന്യമാണ് ഈ സഭ. നിങ്ങളും ഞാനും ഉൾപ്പെട്ട് നിൽക്കുന്ന ക്രൈസ്തവ സഭയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഉപയോഗശൂന്യമാണ്. ഇത് റിയാക്റ്റീവ് ചർച്ചാണ്. കാരണം ചേഞ്ചസിനോട്, മാറ്റങ്ങളോട്, രൂപാന്തരങ്ങളോട്, റെസ്റ്റോറേഷനോട്, ട്രാൻസ്ഫോർമേഷനോട് നമുക്ക് പ്രതികരിക്കാൻ അറിയത്തില്ല. നമ്മൾ അതിനകത്ത് വളരെ വളരെ അസഹിഷ്ണുതയുള്ളവരാണ്. നമ്മളതിനകത്ത് തിന്മ കണ്ടെത്തുകയാണ്. ഒരു നല്ല കാര്യം സംഭവിച്ചാൽ ഉടനെ പറയും അത് ആന്റി ക്രൈസ്റ്റ് ആണ്. ഒരു തിന്മ സംഭവിച്ചാൽ ഉടനെ പറയും അത് യേശുവിൻ്റെ വരവാണ്. എന്തെങ്കിലും ഒരു മോഡേൺ വേൾഡ്, ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ നമ്മൾ അറിയാം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് ഓഫീസുകളിൽ പ്രബലമായി തുടങ്ങി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങോട്ട് കണ്ടുപിടിപ്പിച്ചപ്പോൾ ഉടനെ കേരളത്തിലെ കുറച്ച് ഓരിയിടുന്ന കുറച്ച് പ്രസംഗകന്മാർ, ബഹളം ഉണ്ടാക്കുന്ന കുറച്ച് പ്രാസംഗികന്മാർ, അവർ വിളിച്ചു പറഞ്ഞു ഇത് വെളിപ്പാട് പുസ്തകത്തിലെ മൃഗമാണ്. നോക്കിക്കേ, പ്രതിമ സംസാരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പ്രതിമ സംസാരിക്കുന്നു, അതുകൊണ്ട് ദാണ്ടെ സംസാരിക്കുന്ന പ്രതിമയെ കണ്ടുപിടിച്ചിരിക്കുന്നു. നോക്കിക്കേ, ലോകം എത്രയോ നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കോ മറ്റ് സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പേഴ്സണെ അല്ലെങ്കിൽ ഒരു റോബോട്ടിനെ കണ്ടുപിടിച്ചപ്പോൾ ചർച്ചിന്റെ റിയാക്ഷൻ ഉടനെ പറഞ്ഞു അത് വെളിപ്പാട് പുസ്തകം 13 നിങ്ങൾ നോക്കി, എത്ര പോഷന്മാരായി, എത്ര ഉപയോഗശൂന്യന്മാരായി സഭ മാറിയിരിക്കുകയാണ്. ഇപ്പം ഞാനിത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ റിയാക്റ്റീവ് മോഡിൽ നിന്ന്
പ്രോആക്റ്റീവ് മോഡിലേക്ക് നടത്താൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. വിമർശനമാണെന്ന് ചിന്തിക്കരുത്. വിമർശിക്കാൻ അധികാരം ഉള്ളത് കൊണ്ടാണ് വിമർശിക്കുന്നത്. കാരണം ഇതുപോലെയുള്ളൊരു സംവിധാനത്തിന്റെ ഭാഗമാണ് നിങ്ങളും ഞാനും. അറിയാതെയോ അറിഞ്ഞോ നമ്മൾ ഇതിന്റെ ഭാഗമായി പോയി. സോ വി നീഡ് ടു റിയാക്ട്. നമ്മൾ ഇവരുടെ തിന്മയ്ക്കെതിരെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, അല്ലാതെ ചേഞ്ചസിന് നേരെയല്ല. അപ്പം മാറ്റങ്ങൾ സംഭവിച്ചേ പറ്റൂ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ ഇൻവോൾവ് ആയാലും ഇല്ലെങ്കിലും, പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും, ഭൂമിക്ക് നിരന്തരമായി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ മാറ്റങ്ങൾ സഭ മുഖാന്തരം വന്നില്ലെങ്കിൽ, ശ്രദ്ധിക്കുക, ഈ മാറ്റങ്ങൾ സഭ മുഖാന്തരം വന്നില്ലെങ്കിൽ സഭ മാറ്റത്തിന്റെ ഇരയായി മാറും. We will become the victim of changes if you are not involving in that assignment. നമ്മൾ ഈ അസൈൻമെന്റിന്റെ ഭാഗമായി മാറുന്നില്ലെങ്കിൽ, നമ്മൾ അതിന്റെ ഒരു ചേഞ്ചിങ് ഏജൻസായി മാറുന്നില്ലെങ്കിൽ, നാം ക്രിസ്തുവിന്റെ സഭ ലോകത്തിൽ സംഭവിച്ച മാറ്റത്തിന്റെ ഇരയായി മാറും. സോ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ ലോകത്തിൽ വരുന്ന ചേഞ്ചസിന്റെ ഇരകളായി മാറാൻ തയ്യാറാകണം. ഇന്ന് ക്രിസ്തുവിന്റെ സഭയ്ക്ക് പറ്റിയത്, സഭ മാറ്റങ്ങളുടെ ഇരകളാണ്. മാറ്റങ്ങളുടെ ഇരകളായി മാറിയ സഭയുടെ ഇന്നത്തെ ചിന്ത എന്തെന്നറിയാമോ? ഈ ലോകം കൊള്ളത്തില്ല, ഈ ഭൂമി ശരിയല്ല, ഇവിടെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ, ഞാൻ പ്രാണനാഥന്റെ കൂടെ പോകാൻ തയ്യാറാണ്, പ്രാക്കളെ പോലെ ഞാൻ പറക്കാൻ പോവുകയാണ്, എൻ്റെ ദേശം ഇവിടെയല്ല, ഞാൻ ഇവിടെ പരദേശിയാണ്, ഞാൻ പറന്നുയരാൻ പോവുക, ഐ വോണ്ട് ടു എസ്കേപ്പ് ഫ്രം ദിസ് വേൾഡ്. എന്തുകൊണ്ട് സഭയ്ക്ക് എസ്കേപ്പിസം എന്ന ചിന്താഗതി വന്നു? ബിക്കോസ് സഭ ഇന്ന് മാറ്റത്തിന്റെ ഇരകളാണ്. ഞാൻ ഈ പറയുന്ന പദങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. മാറ്റത്തിന്റെ ഇരകളാണ്, സമൂഹത്തിൽ വന്ന പരിവർത്തനങ്ങളുടെ ഇരകളാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ആളുകൾ, മാറ്റങ്ങൾ വരുത്തേണ്ട ആളുകൾ മറ്റാരോ വരുത്തിയ മാറ്റത്തിന്റെ ഇരകളായി മാറി. നാം ഒഴുക്കിന് അനുകൂലമായി ഒഴുകേണ്ടി വന്നു. ഈ ഒഴുക്കിന്, അവർ ഉണ്ടാക്കിയ ഒഴുക്കിന്റെ ഭാഗമായി നാം മാറിയതുകൊണ്ട്, നാം അവരുടെ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടതുകൊണ്ട്, ആ അടിമത്വത്തിലേക്ക് സഭ പോയതുകൊണ്ട്, സഭയ്ക്ക് ഇവിടെ ജീവിക്കുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻസ്, എനിക്കിവിടെ വേണ്ട, ഐ വാണ്ട് ടു ഗോ ടു ഹെവൻ, അയ്യോ സ്വർഗമാണ് എൻ്റെ സ്ഥലം, ഭൂമി എനിക്ക് കൊള്ളത്തില്ലെന്നുള്ള ചിന്ത സഭയ്ക്ക് വന്നതിൻ്റെ കാരണം, സഭ മാറ്റങ്ങളിൽ, നിശ്ചയമായും മാറ്റങ്ങളിൽ അവർ അതിൽ മാറ്റങ്ങളുടെ ഇരകളായി സഭ മാറി എന്നതാണ്. ഞാനിത് പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പക്ഷെ ഞാൻ മുമ്പ് ഒരു ലൈവിലും ഒരിടത്തും പറയാത്ത ചില കാര്യങ്ങളായിരിക്കാം നമ്മുടെ ടോക്കിൽ സംഭവിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതിക ലോകത്ത് സഭ ഈ വേൾഡ് സിസ്റ്റത്തെക്കാൾ ഒരു 40 വർഷം പുറകിലാണ്. സയന്റിഫിക് വേൾഡിനേക്കാൾ ഒരു 40 വർഷം പുറകിലാണ് ചർച്ച്. കാരണം ചർച്ചിന് ഈ ലോകത്തിന്റെ അത്രയും വേഗതയിൽ ഓടാൻ പറ്റുന്നില്ല. നമ്മൾ തോറ്റ് പിറകിൽ കിടക്കുകയാണ്. നമ്മളെക്കാൾ ഒരു 10, 30, 40 വർഷം മുമ്പിൽ പോയി കഴിഞ്ഞു. സയൻസും ലോകവും എക്കണോമിക്കൽ വേൾഡും സിസ്റ്റവും ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും സഭയേക്കാൾ ഒരുപാട് ദൂരെയാണ്. നാം 40, 30, 40 വർഷം പിറകിൽ ഇരുന്ന് ഉപയോഗമില്ലാത്തവരായിട്ടിരിക്കുക. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചർച്ച ഇവിടെ ഇല്ലെങ്കിലും, ഇത് വളരെ സീരിയസ് ആയിട്ടും സങ്കടത്തോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. സഭ ഈ ഭൂമിയിൽ ഇന്നില്ലെങ്കിലും ഭൂമിക്കൊരു ചുക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്താവന തന്നെ എടുക്കുക, ഭൂമിക്കൊരു ചുക്കും സംഭവിക്കത്തില്ല. സഭ ഇവിടെ ഇല്ലെങ്കിലും ഭൂമിക്കൊരു ചുക്കും സംഭവിക്കത്തില്ല. സഭ ഇവിടെ നിന്ന് പറന്നു പോയാലും ഈ ഭൂമി ഒരിക്കലും നശിക്കത്തുമില്ല. കാരണം സഭ ഇന്നിവിടെ ഉണ്ടായിട്ടും ഒരു പ്രയോജനമില്ലാതിരിക്കുക. IC യൂണിറ്റിൽ വെന്റിലേറ്ററിൽ ജീവൻ വെച്ച് കിടക്കുന്ന ഒരാളെ പോലെ ഉള്ളൂ സഭ. സഭയ്ക്ക് ആരോ കുറച്ച് ഓക്സിജൻ കൊടുത്ത് ആ ഓക്സിജന്റെ ബലത്തിൽ വെന്റിലേറ്ററിൽ കിടക്കുക ചർച്ച്. അതുകൊണ്ടാണ് കഴിഞ്ഞ 6 മാസം സഭയെല്ലാം പൂട്ടിയിട്ടിട്ടും ഭൂമിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആകാശം ഇളകി വന്നിട്ടില്ല, സമുദ്രം കരകവിഞ്ഞൊഴുകിയില്ല, പർവ്വതങ്ങൾ കുലുങ്ങിയില്ല, ഭൂകമ്പം ഉണ്ടായില്ല, ആന്റി ക്രൈസ്റ്റ് ചാടി വന്നില്ല, ഒന്നും സംഭവിച്ചില്ല. കാരണം ചർച്ച് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. ചർച്ച് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. അങ്ങനെ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ ഇരിക്കുന്ന ഒരു ചർച്ചിന്റെ ഭാഗമാകാൻ എനിക്ക് താല്പര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദി ചർച്ച്. ഒന്നുകിൽ ഈ സംവിധാനത്തിന്റെ പുറത്തു പോകണം, എന്നിട്ട് ഇതില്ലാത്തവനായി ജീവിക്കണം, അത് പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ സംവിധാനത്തെ ഒറിജിനലിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് തയ്യാറാകാൻ ഒരു കൂട്ടം ആളുകൾ എൻ്റെ കേൾവിക്കാരിൽ എഴുന്നേൽക്കണം.
വി ഹാവ് ടു ചേഞ്ച് ദ സിസ്റ്റം. വി ഹാവ് ടു ചേഞ്ച് ദ വേൾഡ് സിസ്റ്റം. ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വിപ്ലവത്തിൻ്റെ വിത്താണ്. ഒരു പക്ഷേ ഇതാരോ നിങ്ങളോട് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ കൊതിച്ച കാര്യമായിരിക്കും. ഗോഡ് വാണ്ട്സ് ടു, ദൈവം നിങ്ങളെ മാറ്റങ്ങൾക്ക് വിധേയപ്പെടാനല്ല, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയുമോ, ഈ ലോകത്തിൽ 4 തരത്തിലെ ആളുകളാണ് ഉള്ളത്. 4 തരത്തിലെ ആളുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ആളുകൾ ദോസ് ഹു വാച്ച് തിങ്സ് ഹാപ്പൻസ്. അതായത് 4 തരത്തിലെ ആളുകൾ. ഒന്നാമത്തെ ആളുകൾ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നവർ. അവർ ദേ ആർ സീയിങ് ഓൾ ദ തിങ്സ് ആൻഡ് വാച്ചിങ് എവറിത്തിങ്, ദ തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ്, സംഭവിക്കുന്ന കാര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ആളുകൾ ലെറ്റ് തിങ്സ് ഹാപ്പൻസ്. അതായത് ആ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ സംഭവങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് ഇൻവോൾവ് ആയാലും അവർ മുഖാന്തരമാണ് അവരാണ് ഈ സംഭവങ്ങൾക്ക് കാരണക്കാർ. ഒന്നുകൂടെ പറയാം, സംഭവങ്ങളെ വാച്ച് ചെയ്യുന്നവരാണ് ഒന്നാമത്തെ ആളുകൾ. രണ്ടാമത്തെ ആളുകൾ ദോസ് ഹു ലെറ്റ് തിങ്സ് ഹാപ്പൻ, ആ സംഭവങ്ങൾക്ക് ഉണ്ടാക്കിയ ആളുകൾ, അല്ലെങ്കിൽ ആ സംഭവങ്ങളെ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകളുണ്ട്, അവർ ഈ സംഭവങ്ങൾ കണ്ടിട്ട് ദോസ് ഹു ആസ്ക് വാട്ട് ഹാപ്പൻ. ഞാൻ ഒന്നുകൂടെ പറയാം, ഒന്നാമത്തെ ഗ്രൂപ്പ് വാച്ച് തിങ്സ് ഹാപ്പൻ, രണ്ടാമത്തെ ഗ്രൂപ്പ് ലെറ്റ് തിങ്സ് ഹാപ്പൻ, മൂന്നാമത്തെ ഗ്രൂപ്പ് മേക്ക് തിങ്സ് ഹാപ്പൻ. മൂന്നാമത്തെ ഗ്രൂപ്പ് ആസ്ക് വാട്ട് ഹാപ്പൻ, നാലാമത്തെ ഗ്രൂപ്പ് മേക്ക് തിങ്സ് ഹാപ്പൻ. 4 തരത്തിൽ ആളുകളാണുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാൻ പോവാണ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് 1 കാര്യങ്ങളെ വീക്ഷിക്കുന്ന ആളുകൾ, 2 കാര്യങ്ങൾ അങ്ങനെ സംഭവിപ്പിച്ച ആളുകൾ, 3 ആളുകൾ ഇതെന്താണെന്ന് ചോദിക്കുന്ന ആളുകൾ. എന്താ ഇവിടെ സംഭവിക്കുന്നത്, ലോകത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേ ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, വാട്ട് ഹാപ്പൻ. 4 ഗ്രൂപ്പുണ്ട് മേക്ക് തിങ്സ് ഹാപ്പൻ, കാര്യങ്ങളെ ചേഞ്ച് ആക്കുന്ന ആളുകൾ, സംഭവങ്ങൾക്ക് മാറ്റം വരുത്തുന്നവർ, അല്ലെങ്കിൽ സംഭവങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ചരിത്രത്തെ സൃഷ്ടിക്കുന്നവർ. നമ്മൾ കാഴ്ചക്കാരാണോ, അതോ ആ ചേഞ്ചസിൻ്റെ ഹാപ്പനിങ്സിൻ്റെ ഭാഗമാണോ, അതോ ഇതിനെ നോക്കി വാട്ട് ഹാപ്പൻ എന്ന് ചോദിക്കുന്നവരാണോ, അതോ തിങ്സിനെ ചേഞ്ച് ചെയ്യുന്നവരാണോ? ഞാൻ വിശ്വസിക്കുന്നു ചർച്ച് വരേണ്ടത് 4ാമത്തെ ഭാഗത്താണ്. ഈ 4ാമത്തെ പേഴ്സൺ ആണ് റൂളേഴ്സ്, ഡോമിനേറ്റേഴ്സ്, മാസ്റ്റേഴ്സ്, കിങ്സ് ആൻഡ് ഡൊമൈൻ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ചർച്ച് വരേണ്ടത് വാച്ചിങ് തിങ്സ് ഹാപ്പൻ. നമ്മുടെ ഇന്ന് സഭ എവിടെയാണെന്ന് അറിയാമോ? സഭ ഇന്ന്, ഞാൻ പറയാൻ ശ്രദ്ധിക്കണം, സഭ ഇന്ന് ഇരിക്കുന്നത് ദ പേഴ്സൺ ദോസ് ഹു ആർ വാച്ച് തിങ്സ് ഹാപ്പൻ. ഈ ലോകത്തിലെ കാര്യങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങനെ വായും തുറന്ന് തല ഉയർത്തി നോക്കി നിൽക്കുന്ന ഗ്രൂപ്പാണ് സഭ. കാരണം അവർക്കൊരു വാക്യം അറിയാം, ഇതൊക്കെയും സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലകളെ ഉയർത്തിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ തലകളെ ഉയർത്തി കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്താണ് സംഭവിക്കുന്നത്. ഇതാണ് ജനം, ഇതാണ് ഇന്ന് സഭ. സഭ ഇരിക്കുന്നത് ആദ്യത്തെ പൊസിഷനിലാണ്. അവർക്ക് അതിനകത്തോ ആണോ അല്ല, അവർ മുഖാന്തരമാണോ അങ്ങനെ ഉണ്ടായത്, അതുമല്ല. ആ സംഭവങ്ങൾക്കകത്ത് അവരുണ്ടോ, അവരുമില്ല. അവർ സെപ്പറേറ്റഡ് ആണ്, അവരിങ്ങനെ മാറി നിൽക്കുന്നു. അവരൊരു കാര്യത്തിനകത്തുമില്ല, ഒരു പ്രശ്നങ്ങൾക്കകത്തും അവരില്ല. അവരതിനകത്ത് ഇൻവോൾവഡ് അല്ല, അവരതിനകത്ത് ഇൻവോൾവഡും അല്ല, അവർ മുഖാന്തരവുമല്ല. പക്ഷെ അവർ വാച്ചേഴ്സ് ആണ്. ഇപ്പൊ ചർച്ച ഇരിക്കുന്നത് ദേ ആർ വാച്ചിങ് തിങ്സ് ഹാപ്പൻ. എന്തൊക്കെ സംഭവിക്കുന്നു? കൊറോണയ്ക്ക് ശേഷം എന്ത് സംഭവിക്കും? ചൈന എന്ത് സംഭവിക്കുന്നു? ചൈന യുദ്ധം ചെയ്യാൻ വരുന്നു. ചൈനയ്ക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? ചൈന താണ്ട് ശ്രീലങ്കയുടെ പിടിമുറുക്കുന്നു. ശ്രീലങ്കയുടെ പിടിമുറുക്കിയാൽ ചൈന കൊണ്ടുവന്ന ബോംബ് കേരളത്തിൽ ഇടാൻ ചാൻസ് ഉണ്ട്. നോക്കിക്കേ, കാര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആളുകൾ ഈ ഗ്രൂപ്പിലാണ്. പക്ഷെ സഭ ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? സഭ ഇരിക്കുന്നത് മേക്ക് തിങ്സ് ഹാപ്പൻസ്, കാര്യങ്ങളെ മാറ്റുന്ന, സംഭവങ്ങളെ ഉണ്ടാക്കുന്ന, സാഹചര്യങ്ങളെ ചേഞ്ച് ചെയ്യുന്ന, കാര്യങ്ങൾക്ക് വ്യതിയാനം വരുത്തുന്ന റൂളിംഗ് പാർട്ടി ആയിരിക്കേണ്ട സഭ ഇന്ന് കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഏറ്റവും പ്രൈമറി ലെവലിലേക്ക് അതമ്പതിച്ചു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ജോൺ ബ്രദർ ഇങ്ങോട്ട് വന്ന് ഞാൻ ചർച്ചിനെ കുറ്റം പറയുകയല്ല. കാരണം ഞങ്ങൾക്കറിയാമോ, ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിഷയങ്ങളെ അലോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അതിൽ ജീവിക്കുന്നവർക്ക് വിമർശിക്കാൻ അധികാരമില്ല. അതിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വിമർശിക്കാൻ അധികാരമുള്ളൂ. സോ ശ്രദ്ധിക്കുക, ഇവിടെ നാം ഏത് ഭാഗത്താണ്? 4 ഗ്രൂപ്പ് ആളുകളാണ്. കാര്യങ്ങളെ വീക്ഷിക്കുന്നവർ, കാര്യങ്ങൾക്കകത്ത് അകപ്പെട്ട് കിടക്കുന്നവർ, ഇതെന്താണെന്ന് ചോദിക്കുന്നവർ, കാര്യങ്ങളെ ചേഞ്ച് ചെയ്യുന്നവർ. We must be the fourth part. We must be the persons those who make things happens. കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗമായി നമ്മൾ മാറണം. സോ എന്ന് പറഞ്ഞാൽ സഭ ഇരിക്കുന്ന പൊസിഷൻ
കാര്യങ്ങളെ വ്യതിചലിപ്പിക്കുന്ന ഭാഗത്താണ്. ഇന്ന് എൻ്റെ കേൾവിക്കാരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവം ഒരു ജനറേഷനെ കൊണ്ടുവരാൻ പോവുക. ദൈവം ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡാണെന്ന് നിങ്ങൾ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചു. ദൈവം ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പോവുക. തിരുവെഴുത്തിന്റെ സത്യങ്ങളെ, ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ, മഹാരാജാവിന്റെ വിഷ്ടത്തെ ലോകത്തിൽ കൊണ്ടുവന്ന് കാര്യങ്ങളെ ചലിപ്പിക്കുന്ന, സംവിധാനങ്ങളെ ചലിപ്പിക്കുന്ന, സിസ്റ്റങ്ങളെ ചേഞ്ച് ചെയ്യുന്ന, നമ്മൾ ഇന്ന് കാണുന്ന മുഴുവൻ സിസ്റ്റത്തിന്റെ അടിത്തറ ഇളക്കുന്ന, സാഹചര്യങ്ങളെ മൊത്തം തിരിച്ചു മാറ്റുന്ന ഒരു തലമുറ ക്രിസ്തുവിന്റെ സഭയിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഉപയോഗശൂന്യമായി പിറകി കിടക്കുന്ന ചർച്ചല്ല. ചർച്ച് റിയാക്റ്റീവ് ആകരുത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ചർച്ചിനെ ദൈവം റിയാക്ട് ചെയ്യാനല്ല വിളിച്ചിരിക്കുന്നത്, ചർച്ചിനെ ദൈവം പ്രോആക്റ്റീവ് ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു റിയാക്ട് ടു എനിത്തിങ്. നമ്മുടെ പ്രശ്നം, നമ്മൾ റിയാക്റ്റീവ് ആണ്. എന്ത് സംഭവിച്ചാലും നമ്മൾ റിയാക്ട് ചെയ്യും. എന്ത് സംഭവിച്ചാലും നമ്മൾ റിയാക്ട് ചെയ്യും. നല്ലത് വന്നാലും റിയാക്ട് ചെയ്യും, തീയത് വന്നാലും റിയാക്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ വന്ന് റിയാക്ട് ചെയ്തു, ടെലിവിഷൻ വന്ന് റിയാക്ട് ചെയ്തു, റേഡിയോ വന്ന് റിയാക്ട് ചെയ്തു, ഇന്റർനെറ്റ് വന്ന് റിയാക്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇനി പുതിയൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, അത് റിയാക്ട് ചെയ്യും. നമ്മൾ റിയാക്ഷൻ്റെ ആളുകളാണ്. നമുക്കറിയത്തില്ല. വി ആർ നോട്ട് പ്രോആക്റ്റീവ്. ബട്ട് ചർച്ച് ഹാസ് ടു കം ടു ദ പ്ലേസ് ഓഫ് എ പ്രോആക്റ്റീവ്. നാം കാര്യങ്ങളെ മുൻകൂട്ടി ചെയ്യുന്നവരായി മാറണം. നാം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് ചെയ്തില്ലെങ്കിൽ ആരോ വരുത്തിയ മാറ്റത്തിന്റെ ഇരകളായി നാം മാറേണ്ടി വരും. ഒരു പ്രാവശ്യം ഞാൻ പറയാം, നാം സാഹചര്യങ്ങളെ മാറ്റിയില്ലെങ്കിൽ, നാം ദൈവത്തിന്റെ സഭ, ഇത് നിസ്സാരമായിട്ട് നിങ്ങൾ എടുക്കരുത്, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ഞാൻ പറയുന്നത്. നാം നിൽക്കുന്ന ഈ ഭൂമിയിൽ കർത്താവിന്റെ ചർച്ച്, ഇപ്പം എണ്ണത്തിൽ ചെറുതായിരിക്കും, ബലത്തിൽ കുറവായിരിക്കും, വാട്ട് എവർ മേ ബി, നോ പ്രോബ്ലം. ചർച്ച് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആ ചർച്ച് സാഹചര്യങ്ങളെ മാറ്റിയില്ലെങ്കിൽ, സംവിധാനങ്ങളെ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ, നാളെ ജനിച്ച് വളരുന്ന നമ്മുടെ തലമുറകൾ ആരോ അവരുടെ പെർവേർട്ടഡ് മൈൻഡിൽ മാറ്റിയ സംവിധാനത്തിന്റെ ഇരകളായി നമ്മുടെ തലമുറകൾ ജീവിക്കേണ്ടി വരും. ചർച്ച് ഹാസ് ടു റൈസ് അപ്പ്. എഴുന്നേറ്റ് സാഹചര്യങ്ങളെ മാറ്റണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മുതൽ ചിന്തിച്ചു വരുന്നത്, the church, the people of God, they are the light of the world. They are the light of the world system. Light of the world system. And we are the salt of the earth. നാം ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്. We are the light of the world. We are the knowledge of the world. We are the knowledge of the world system. ചത്ത് കിടക്കുന്ന, ഉപയോഗശൂന്യമായി കിടക്കുന്ന, പിറകിൽ കിടക്കുന്ന, ഓട്ടപ്പന്തയത്തിൽ ഏറ്റവും പുറകിൽ കിടക്കുന്ന എല്ലാ സംവിധാനങ്ങളെക്കാൾ നമ്മുടെ ചർച്ച് ഇന്ന് പുറകിൽ പോയിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തോ, എല്ലാ മതസംഘടന എടുത്തോ, ഏതെങ്കിലും ഒരു സൊസൈറ്റി എടുക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ SNDP, NSS, RSS, SDP, BMS, ഒരുപാട് മതത്തിൻ്റെതും മതേതരമായിട്ടുള്ള ധാരാളം സൊസൈറ്റികളുണ്ട്. യു ജസ്റ്റ് ചെക്ക് വിത്ത് ഇറ്റ്. എല്ലാ സൊസൈറ്റിക്കും അജണ്ടകളുണ്ട്. RSS എന്ന് പറയുന്ന സമൂഹത്തെ ക്രിസ്ത്യാനിക്ക് പേടിയാണ്. അവർ പേര് കേൾക്കുമ്പോൾ അങ്ങ് പേടിക്കുക. പക്ഷെ RSS ബുദ്ധിമാന്മാരുടെ ഒരു പ്രസ്ഥാനം. അവർക്ക് അജണ്ടകളുണ്ട്. അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അതവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. RSSന് നമ്മൾ കളിയാക്കി പേടിച്ച് പറിച്ച് ഏതെങ്കിലും കൂട്ടിക്കയറിയിരിക്കാനല്ല പറഞ്ഞു. RSSന്റെ അജണ്ടകൾ എന്തായിരുന്നു? അവർക്ക് രാജ്യം പിടിക്കാൻ പറ്റിയോ? അവർ രാജ്യത്തെ നേടിയോ? അവർക്ക് വോട്ടുണ്ടായിരുന്നോ? പണ്ട് അവരെത്ര സീറ്റ് ഉണ്ടായിരുന്നു? അവർ കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ, അവരുടെ ചെറിയ കുഞ്ഞുങ്ങളെ മുതൽ പ്രാക്ടീസ് ചെയ്ത് അവരെ ബോധം പഠിപ്പിച്ച്, അവരുടെ രാജ്യത്തിന്റെ കാര്യം പഠിപ്പിച്ച്, മതത്തിന്റെ കാര്യം പഠിപ്പിച്ച്, ചെറിയ വോട്ടില്ലാത്ത പിള്ളേരെ, വോട്ടില്ലാത്ത കുഞ്ഞുങ്ങളെ അവരുടെ ശാഖകളിൽ അവർ വളർത്തി അവരെ ഓരോ വോട്ടിംഗ് ഉള്ള പൗരന്മാരാക്കി മാറ്റി. അങ്ങനെയാണ് അവർ രാജ്യം പിടിച്ചത്. മനസ്സിലാക്കിക്കോണം. അല്ലാതെ RSS എന്ന് കാണുമ്പോൾ നമ്മൾ നിക്കരെ കൂടെ മൂത്രമൊഴിച്ചുകൊണ്ട് പോകരുത്. അവർ അജണ്ടകളുണ്ടായിരുന്നു. NSS എന്ന് പറയുന്ന സമൂഹത്തിന് അജണ്ടയുണ്ട്. അത് SNDPക്ക് അജണ്ടയുണ്ട്. ഇവിടുത്തെ ഇപ്പം മുസ്ലിം സമുദായത്തിൽ നോക്ക്, മറ്റെല്ലാ സമുദായങ്ങളും നിലനിൽക്കുന്നത് അജണ്ട കൊണ്ടാണ്. ക്രിസ്തുവിന്റെ സഭ എന്തിനാ ഭൂമിയിക്കുന്നത്? എന്താണ് ആ സഭയുടെ അജണ്ട? ഒരു അജണ്ടയും ഇല്ലാത്ത, ഒരു കാര്യവുമില്ലാത്ത, ഒരു ഉപയോഗശൂന്യമായ ഇൻസ്റ്റിറ്റ്യൂഷനായി നിങ്ങളും ഞാനും നിൽക്കുന്ന സഭ മാറിയിരിക്കുക.
ഇവിടുത്തെ ശ്രീനാരായണ ഗുരു സമുദായത്തിന്റെ അജണ്ടയുടെ അതുപോലും ഇല്ല നമുക്ക്. നമുക്ക് വലിയ വലിയ പള്ളികളുണ്ട്, അതിനകത്ത് നിറച്ച് കുന്തിരിക്കമുണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്ത് വലിയ ഓഡിറ്റോറിയം ഉണ്ട്, അത് നിറച്ച് കീബോർഡും ഉണ്ട്. നമുക്ക് എന്താണ് അജണ്ട? നമ്മുടെ സഭകൾക്ക് എന്താണ് അജണ്ട? ഇന്ന് ലോകത്തിൽ ഒരു അജണ്ടയും ഇല്ലാത്ത, ഒരു ലക്ഷ്യമില്ലാത്ത, ഒരു ഉപയോഗശൂന്യമായ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു എബണ്ടന്റ് ഗ്രൂപ്പാണ് ക്രിസ്തുവിന്റെ സഭ. ക്രിസ്തുവിന്റെ സഭയ്ക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം റിയാക്ഷൻ, റിയാക്ടിങ്. റിയാക്ഷൻ കഴിവിന്റെ ലക്ഷണമല്ല. പ്രോ ആക്റ്റീവ് എങ്കിൽ പ്രോ ആക്റ്റീവ് ആക്ടിവിറ്റിയാണ് കഴിവിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷണം. ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കുക, ഇവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതൊരു സംഘടന, ഏതൊരു സൊസൈറ്റി എടുത്തോ, ഏതൊരു സംവിധാനത്തെ എടുത്തോ, ഏതെങ്കിലും ഒരു ബിസിനസ് സെക്ടറിനെ എടുത്തോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തോ, ദേ ഹാവ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ. ദേ ഹാവ് എൻ അജണ്ട. ഒരു അജണ്ട കൊണ്ടാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഭൂമിയിൽ നിൽക്കുന്നത്. ദാറ്റ്സ് വെയർ ദേ ആർ സക്സസ്ഫുൾ somehow. But the church, they don't have any agenda. Their only agenda is Sunday, hallelujah, praise the Lord, kurbana, kartrumesha, worship, ആരാധന. Happy with that. എന്നിട്ട് സമയം കിട്ടുമ്പോൾ അപ്പുറത്തെ പള്ളിക്കാരനെ കുറ്റം പറയുക, ഇപ്പുറത്തെ ചർച്ചക്കാരനെ കുറ്റം പറയുക, അവനെ കുറ്റം പറയുക, ഇവനെ. ഇതാണ് സഭയുടെ അജണ്ട. ലക്ഷ്യമില്ലാത്ത സഭ. അതുകൊണ്ടാണ് ഇവിടെ തമ്മി തല്ലുന്നത്. ഇവിടെ അങ്ങോട്ട് ആ പാസ്റ്റർ ചീത്ത വിളിക്കുന്നു, ഈ പാസ്റ്റർ ചീത്ത വിളിക്കുന്നു, ആ ഉപദേശി ചീത്ത വിളിക്കുന്നു, ആ സഭയെ ചീത്ത വിളിക്കുന്നു. കത്തോലിക്കൻ ശരിയല്ല, ഓർത്തഡോക്സൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അവൻ ശരിയല്ല. ഇവന് വേറെ ജോലിയില്ല, ഇവന് സ്വന്തമായിട്ട് അജണ്ട ഇല്ല. My dear people of God, get away from this all stupidity. These are the rubbish things in the Christendom today. You have to come out of it. You have to come out of it. സത്യം പറയാം, ഞാനും ഇതുപോലുള്ളൊരു അഴുകിയ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു. മുടിയൻ പുത്രന് സുബോധം വന്ന പോലെ എനിക്കൊരു സുബോധം വന്നതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. These are the rubbish things. Don't go after these all things. They are the useless. 2000 yearsന്റെ സഭയ്ക്ക് യൂസ്ലെസ് ആണ്, ഒരു പ്രയോജനവും ഇല്ല. സംവിധാനങ്ങളെ മാറ്റാൻ പറ്റുന്നുണ്ടോ? നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ? ചേഞ്ചസിന് വിധേയപ്പെടാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്? വി ആർ ഓൾവേസ് ഇൻ ദ സ്റ്റാൻഡ് ഓഫ് റിയാക്ഷൻ, റിയാക്ടിങ്. ഇനി നാളെ ഞാൻ പറഞ്ഞില്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കേട്ട മാത്രയിൽ ഉദ്ദേശി അങ്ങ് പ്രസംഗം തുടങ്ങി. അത് അന്തിക്രിസ്തുവാണ്, റിയാക്റ്റീവാണ്. ദീസ് ആർ ദ സ്റ്റുപ്പിഡിറ്റി ഇൻ ദ വേൾഡ്. നിങ്ങൾക്കറിയാമോ, ഇവരെയൊക്കെ കേട്ടാൽ ഈ നാട് പുച്ഛിച്ച് തുപ്പും അവൻ്റെയൊക്കെ മുഖത്ത്. ഇതുപോലെ ശാസ്ത്രീയമായി വളരുന്ന ലോകത്ത് ഈ ആളുകളുടെ പ്രസംഗം കേട്ടാൽ ക്രിസ്തുവിനെ പോലും അവർക്ക് പുച്ഛമായിരിക്കും. ബൈബിളിനെ അവർ പുച്ഛിച്ച് ദൂരെ കളയും. Come on, brothers and sisters. We have to accept the change. First thing, ഞാൻ ഒന്നുകൂടെ പറയാം, changes are inevitable. ഒരിക്കൽ പോലും മാറ്റങ്ങൾ വരാതിരിക്കില്ല, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇനി മാറും, കാര്യങ്ങൾ മാറും, സാഹചര്യങ്ങൾ മാറും, എക്കണോമിക്കൽ സിസ്റ്റം മാറും. ഇപ്പം തന്നെ ഈ ലോകത്ത് തന്നെ ഈ 22ാമത്തെ വേൾഡിൽ, 22ാം വേൾഡിനെ കുറിച്ച് കർത്താവിദാസൻ നൽകിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. ഏതൊക്കെ മേഖലകളിലാണ് ഈ 2020 അല്ലെങ്കിൽ 21st സെഞ്ച്വറിയിലെ മാറ്റങ്ങളെന്ന്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനൊന്ന് നോക്കിക്കോട്ടെ, ഞാൻ എവിടെയോ അത് വായിച്ചു. 21st സെഞ്ച്വറിയിലെ മേജർ ഏരിയാസിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു. 1, ഗ്ലോബലൈസേഷൻ. 2, ഇൻഫോർമേഷൻ ടെക്നോളജി. 3, കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗ്ലോബലൈസേഷൻ, ഇൻഫോർമേഷൻ, കമ്മ്യൂണിക്കേഷൻ, മൊബിലൈസേഷൻ, കൾച്ചറൽ diversification, mergers and networking, longevity of life, technology, social and political transition, rapid transformation. 21st സെഞ്ച്വറിയിൽ ഇത്രയും കാര്യങ്ങളിൽ റാഡിക്കൽ ചേഞ്ചസ് ഉണ്ടായി. അതായത് ഇതിനു മുമ്പുള്ള ജനറേഷൻ ഇമാജിൻ ചെയ്യാത്ത നിലയിലാണ് 21st സെഞ്ച്വറിയിൽ കാര്യങ്ങൾ മാറിയത്. ഗ്ലോബലൈസേഷൻ, സ്വപ്നത്തിൽ പോലും നമ്മൾ കാണാത്ത കാര്യമാണ് ആഗോളവൽക്കരണം.
ഇൻഫോർമേഷൻ ടെക്നോളജി, നമ്മുടെ ഇമാജിനേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കമ്മ്യൂണിക്കേഷൻ, മൊബിലൈസേഷൻ, കൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ, മേജേഴ്സ് ആൻഡ് നെറ്റ്വർക്കിംഗ്, ലോങ്ങിറ്റിവിറ്റി ഓഫ് ലൈഫ്, ടെക്നോളജി, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസിഷൻ, റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ. ദീസ് ആർ ദ 21st സെഞ്ചുറിയിലെ മേജർ ഏരിയാസിൽ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ ഈ ഏരിയയെ മൊത്തം ചർച്ചിൻ്റെ റെസ്പോൺസ് എന്നറിയാമോ? ആൻറ്റി ക്രൈസ്റ്റ്, ഏകലോക ഗവൺമെൻറ്. നിങ്ങൾക്കറിയാമോ? അത് കേൾക്കുന്നുണ്ടോ? ഏകലോക ഗവൺമെൻറ്, ഒരുത്തൻ ഭരിക്കാൻ വരാൻ പോവുകയാണ്, മുദ്ര വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്ത് നല്ല കാര്യം ഭൂമി സംഭവിച്ചാലും ഇപ്പുറത്തിരുന്ന് അതിനെ റിയാക്ട് ചെയ്യുന്ന ഒരുമാതിരി നമ്മുടെ ചില അമ്മാവിയമ്മമാരെ പോലെ, ചില അമ്മായിയമ്മമാർ മരുമോൾ നല്ലത് ചെയ്താലും പിറുപിറുക്കും, തീയത് ചെയ്താലും പിറുപിറുക്കും, സ്നേഹിച്ചാലും പിറുപിറുക്കും, അല്ലേലും പിറുപിറുക്കും. അങ്ങനെയുള്ള ചില അമ്മായിയമ്മമാരുടെ കൂട്ടാണ് കർത്താവിൻ്റെ സഭ. ഈ ലോകത്ത് കുത്തിയിരുന്ന എല്ലാത്തിനും അങ്ങ് പിറുപിറുപ്പം. മൊബൈൽ അത് പിറുപിറുപ്പ്, ഇന്റർനെറ്റ് അത് പിറുപിറുപ്പ്, ഫേസ്ബുക്ക് അത് പിറുപിറുപ്പ്, ഇൻസ്റ്റാഗ്രാം അത് പിറുപിറുപ്പ്. പക്ഷേ ഈ പിറുപിറുക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യും. ഞാനിത് എന്താണെന്ന് അറിയാം ഇത് പറയുന്നത്, നമ്മൾ ഏതൊക്കെയോ ചേഞ്ചസിൻ്റെ ഇരകളാണ്. ആ ഇര എന്ന നിലയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്. എന്താ ഇങ്ങനെ ഇച്ചിരി ചൂടോടെ സംസാരിക്കുന്നത് ചോദിച്ചാൽ, ഞാനും നിങ്ങൾ എവിടെയോ വിക്റ്റിമായി പോയെന്നൊരു തോന്നൽ എനിക്ക് വരിക. ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച മാറ്റങ്ങളുടെ ഇരകളായി നമ്മൾ മാറിയല്ലോ എന്ന്. ആരൊക്കെയോ പെർവേർട്ടഡ് ആയിട്ട്, അനധികൃതമായിട്ട്, ദൈവികമല്ലാത്ത നിലയിൽ വരുത്തിവെച്ച മാറ്റങ്ങളുടെ ഇരകളായി നമ്മൾ മാറി. ഇത് മാറുന്ന നില വരണം, ഇതിൻ്റെ ചേഞ്ചസ് ഉണ്ടാകണം എന്ന് ഞാൻ നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുക പ്രിയരെ. സോ 21st സെഞ്ചുറിയിലെ മാറ്റങ്ങൾ 20ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇമാജിനേഷൻ പോലും ഇല്ല. നെക്സ്റ്റ് തിങ്, ഇപ്പം ഞാനും നിങ്ങൾ നിൽക്കുന്ന ഈ തലമുറ കഴിഞ്ഞ് ഒരു 20 years 15 years കഴിഞ്ഞാൽ, ഒരു 50 years 50 വർഷം 60 വർഷം കഴിഞ്ഞാൽ ഈ കാണുന്ന വേൾഡിൻ്റെ സിസ്റ്റം ആയിരിക്കത്തില്ല ആ തലമുറ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർന്ന കുഞ്ഞുങ്ങൾ കാണാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കും എനിക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റാത്തതായിരിക്കും. സോ ലോകം ചേഞ്ചസിന് വിധേയമാവുന്നു. നമ്മുടെ ചർച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ലോകത്തെക്കാൾ 30 വർഷം പിറകിലാണ്, 40 വർഷം പിറകിലാണ്. 40 വർഷം പിറകിൽ നിന്നിട്ട് നമ്മൾ ഇന്നും കൊട്ടും പാട്ടും കൊട്ടും, പിന്നെ വീണ്ടും കൊട്ടുക, വീണ്ടും പാടുക. എന്നിട്ട് മോട്ടിവേഷൻ, വിടുവിക്കും, അനുഗ്രഹിക്കും, മാനിക്കും. ഓ ഇന്ന് താണ്ട് യേശു വരുന്നു, അഭിഷേകം പിടിച്ചോ, ഇപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം അങ്ങോട്ട് കത്തും. എടാ സ്റ്റുപ്പിട, മിണ്ടാതിരിയടാ. ഈ ലോകത്തിൽ നിന്റെയൊക്കെ മണ്ടത്തരങ്ങൾക്ക് ഇനി ബല പോകത്തില്ല. ഈ കോവിഡ് കാലം ലോകം പഠിപ്പിച്ച ഏറ്റവും കാലം നിന്റെയൊക്കെ ഈ വൈബ്രേഷൻ തിയോളജിയും ഈ മോട്ടിവേഷൻ തിയോളജിയും ഇനി ഏക്കത്തില്ല. ഒന്നുകിൽ മര്യാദയ്ക്ക് ദൈവരാജ്യത്തിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ സത്യസുവിശേഷത്തെ കണ്ടെത്തി പഠിക്കണം. ഇനി ജനത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചിന്തിച്ചു പോകുന്നുണ്ടോ? ഈ കോവിഡിന്റെ കാലം കഴിഞ്ഞിട്ട് ഏതെങ്കിലും നാട്ടിൽ മഹാരോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ ഇറങ്ങി നിൽക്കുമ്പോൾ അവന് കിട്ടാൻ പോകുന്ന പൂശിനെ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ കഷ്ടകാലത്തിൽ ഉപയോഗമില്ലാത്ത ഇവന്മാർ ഈ കഷ്ടകാലം കഴിയുമ്പോൾ നാളെ സ്റ്റേജിൽ കയറി, നമ്മുടെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കയറി രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനൊക്കെ നോട്ടീസ് വെച്ചാൽ ഇവന് കിട്ടാൻ പോകുന്ന പൂശിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവനെയൊക്കെ എടുത്തിട്ട് ആളുകൾ നല്ല പെരുമാറും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇരുന്ന് സത്യം എന്താണെന്ന് പഠിക്കുക. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ലോകത്തെ ചേഞ്ച് ചെയ്യുക, ഇത് സഭയുടെ അജണ്ടയാണ്. ലോകത്തെ ചേഞ്ച് ചെയ്യുക, സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യുക. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങളാണ് ഈ സിസ്റ്റത്തിന് വെളിച്ചം കൊടുക്കേണ്ടത്. നിങ്ങളാണ് ഈ ലോകത്തെ ചേഞ്ച് ചെയ്യേണ്ടത്. പക്ഷേ ഇത് സംഭവിച്ചില്ല. ചർച്ച് ഇപ്പോൾ എവിടെയാ? ചർച്ച് ഈസ് പ്ലാനിങ് ടു ഗോ ടു ഹെവൻ. ചർച്ച് എന്ത് ചെയ്തുകൊണ്ട്? ചർച്ച് ഈസ് പ്രിപ്പയറിംഗ് പീപ്പിൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, ചർച്ച് ഈസ് പ്രിപ്പയറിംഗ് പീപ്പിൾ ഫോർ ഹെവൻ. ചർച്ച് ഈസ് പ്രിപ്പയറിംഗ് പീപ്പിൾ ഫോർ ഹെവൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ചർച്ച് ഈസ് പ്രിപ്പയറിംഗ് ടു ലീവ് ദ എർത്ത്. Church is preparing to leave the earth rather than change the earth.
ഭൂമിയെ മാറ്റുന്നതിൽ അവർക്ക് ചിന്ത പോലും ഇല്ല. ഈ കാണുന്ന സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ചിന്ത പോലും ചർച്ചില്ല. ചർച്ച് ഇപ്പോൾ എങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുക? ചർച്ച് സ്വർഗത്തിലേക്ക് ഭൂമിയെ വിട്ടുപോകാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. ഈ പ്രിപ്പറേഷൻ ഉള്ള ആളുകൾക്ക് എങ്ങനെ ഭൂമിയെ മാറ്റാൻ പറ്റും? അതുകൊണ്ട് ഞാൻ പറഞ്ഞ റാപ്ചർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. വിഡ്ഢിത്തരം. യേശുക്രിസ്തുവിന്റെ സഭയെ റാപ്ചർ ചെയ്തുകൊണ്ട് പോകും എന്ന് പറയുന്ന ഉപദേശം ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരാണ്. കാരണം എന്തറിയുമോ? ചർച്ചിനെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് സ്വർഗത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനല്ല, ഈ ഭൂമിയെ ചേഞ്ച് ചെയ്യാനാണ്. വേൾഡ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാനാണ്. അവൻ ലോകത്തിലേക്ക് തന്റെ പുത്രനെ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. മലയാളത്തിൽ എഴുതിക്കുന്ന വിധിപ്പാൻ, അതിന്റെ അർത്ഥം ജഡ്ജ് ചെയ്യാനല്ലെന്ന. സംഭവം എന്തുകൊണ്ടാണ് ജഡ്ജ് ചെയ്യാനല്ല എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ വേൾഡ് സിസ്റ്റം ജഡ്ജ്ഡ് ആണ്. അതുകൊണ്ടാണ് വേൾഡ് സിസ്റ്റം ഓൾറെഡി ന്യായവിധിക്കകത്ത് കിടക്കുക. ആ ന്യായവിധിക്കകത്ത് കിടക്കുന്ന ലോകത്തെ വീണ്ടും ന്യായവിധിക്കാനല്ല പുത്രൻ വന്നേ. സ്വർഗത്തിന്റെ അജണ്ട എന്താണ്? തന്റെ പുത്രനെ ഭൂമിയിൽ അയച്ച് ഈ ജഡ്ജ്ഡ് ആയപ്പോയ ലോകത്തെ റീക്രിയേറ്റ് ചെയ്യണം, അതിനെ പുനഃസ്ഥാപിക്കണം, റീഫോം ചെയ്യണം, റിക്കവർ ചെയ്യണം. അതാണ് ദൈവത്തിന്റെ സിസ്റ്റം. ഈ സിസ്റ്റം ദൈവം തന്റെ സഭയുടെ കൊടുത്തേക്ക്. അപ്പം ഭൂമിയുടെ അധികാരി ഇന്ന് സഭയാ. ഞാൻ ഒരു കാര്യം പറയാം, ക്രൈസ്റ്റ് ഈ ഭൂമി വിട്ടു പോകുമ്പോൾ, സ്വർഗത്തിലേക്ക് അവൻ പോകുമ്പോൾ, ഈ ഭൂമിയെ, ഈ വേൾഡിനെ അവന്റെ സഭയുടെ കയ്യിലാണ് കൊടുത്തേക്കുന്നത്. സഭയുടെ കൈ കൊടുക്കുന്ന ഈ ഭൂമിയെ അവൻ സഭ എന്ത് ചെയ്യുക? സഭ ഈ ഭൂമി വേണ്ട, അവൻ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ആളുകളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഞാനും ജീവിക്കുന്ന ഈ ചുറ്റുപാടിലുള്ള എല്ലാ സഭകളുടെയും അജണ്ട എന്താ? നിത്യത. നിത്യത. ഈ നിത്യത എന്ന് പറയുന്ന ഒരു മനുഷ്യനും തിരുവെഴുത്തുമായിട്ട് ഒരു ബന്ധമില്ലാത്തവന്. കാരണം അവരുടെ തിയോളജി എസ്കേപ്പിസമാണ്. എങ്ങനെയും രക്ഷപ്പെടും. നിങ്ങൾ കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു കേട്ടു, കൊറോണയുടെ ഒടുവിലേക്ക് ഒരു മൂന്നാമത്തെ ലോക മഹായുദ്ധം ഉണ്ടാകാൻ പോവുകയാണ്, ഏക ലോക ചക്രവർത്തിയായ ഒരുത്തൻ രംഗത്ത് വരാൻ പോവുകയാണ്, മുദ്രകൾ സംഭവിക്കാൻ പോവുകയാണ്, 666 മുദ്ര കുത്താൻ പോവുകയാണ്. എങ്കിലും ഒരു വിശുദ്ധന്മാർക്ക് ഒരു പ്രത്യാശയുണ്ട്, നമ്മൾ പറന്നു പോകും. നിങ്ങൾ പറന്നു പോകും. എനിക്ക് ഈ സെൽഫിഷ് ആളുകളെ കാണുമ്പോൾ ഉണ്ടല്ലോ, രക്തത്താൽ ജയം. നമ്മൾ പറന്നു പോകുന്നു പറഞ്ഞാൽ ഇവിടെ അടി നടക്കും, ഇവിടെ നാശം നടക്കും, ഇവിടെ എല്ലാം കത്തിച്ചാകും, ഇവിടെ എല്ലാം കുത്തിച്ചാകും, ഞങ്ങൾ പറക്കും. നിന്നെയൊക്കെ പോലെ സെൽഫിഷ് ആയിട്ടുള്ള ആളുകളെ ഭൂമി ഭാരമാ. നിങ്ങൾ ചർച്ച് ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഹെവൻ. എല്ലാം ഇതേ നിത്യ അവിടെ പോയി വാഴാൻ. പിന്നെ ഇവിടെ എന്തെടുക്കുക? ഇവിടെ എന്തുവാ? കോഴിയുടെ കൂട്ട് മാന്തുക. ഈ ഭൂമിയിലാണ് വാഴേണ്ടത്. ഇതാണ് സഭയിലെ പാസ്റ്റേഴ്സ് പഠിപ്പിക്കേണ്ടത്. ഇതാണ് കർത്തദാസന്മാർ സഭയെ പഠിപ്പിക്കേണ്ടത്. ഇതാണ് വിശ്വാസികളുടെ കാതിലെത്ര. വിശ്വാസികളെ ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ. പിന്നെ ചില വിശ്വാസികൾക്ക് എത്ര കേട്ടാലും പൊട്ടാണെങ്കിലും കൂട്ടം കേൾക്കത്തുമില്ല. ഞാൻ ശാന്തമാവട്ടെ, എനിക്ക് ഒത്തിരി പ്രഷർ കൂടിയ പോലെ തോന്നുന്നു. കാരണം ഞാൻ ഈ പ്രശ്നങ്ങൾക്കകത്ത് അങ്ങ് ഇൻവോൾവ് ആയതുപോലെ എനിക്ക് തോന്നുക. നിങ്ങൾ കേട്ടില്ല? നമ്മളങ്ങ് പറഞ്ഞു, നമ്മൾ പറന്നു പോകും. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വലിയ സംഭവം ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാണ്. കാഹള ധ്വനി ഉണ്ടാകും. നാം പറന്നു. യു ആർ എ സ്റ്റുപ്പിഡ് സെൽഫിഷ് ഇഡിയറ്റ് പേഴ്സൺസ് ഇൻ ദ വേൾഡ്. നിങ്ങളെപ്പോലെ സ്വാർത്ഥന്മാരായ മനുഷ്യർ ഈ ഭൂലോകത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് നടന്നോട്ടെ നമ്മൾ പോകും. ദിസ് ഈസ് നോട്ട് എ ബൈബിൾ തിയോളജി. ദിസ് ഈസ് എൻ എസ്കേപ്പിസം. യു ആർ ട്രൈങ് ടു എസ്കേപ്പ് ഫ്രം ദിസ് എർത്ത്. ചേഞ്ച് ദ വേൾഡ്. ലീവ് ദ എർത്ത് റാദർ ദാൻ ചേഞ്ച് ദ എർത്ത്. അപ്പം നമ്മുടെ ചർച്ച, ഞാൻ പറഞ്ഞു, ഇതിപ്പം എന്നെ കേൾക്കുന്ന കുറച്ച് പേരുണ്ട്. നിങ്ങളോട് ഞാൻ പറയാം, ഇതിപ്പം 10,000 പേരൊന്നും കേൾക്കുന്നില്ല, കുറച്ച് പേരെ കേൾക്കുന്നുള്ളൂ, വിരളിൽ എണ്ണാവുന്ന ആളുകൾ കേൾക്കുന്നുള്ളൂ. നിങ്ങളോട് ഞാൻ പറയാം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാനാണ്. അതിനാദ്യം നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കണം. നമ്മളിൽ മാറ്റം സംഭവിച്ച് നമ്മുടെ സമുദായത്തെ ചേഞ്ച് ചെയ്യണം, നമ്മുടെ സൊസൈറ്റിയെ ചെയ്യണം, നമ്മുടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുലത്തെങ്കിലും ചേഞ്ച് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിയെ ചേഞ്ച് ചെയ്യണം, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ നിങ്ങളുടെ ഫാമിലിക്കകത്ത് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണം, നിശ്ചയമായിട്ടും വ്യാപരിക്കണം.
You have to change the society because you are the light of the world. Light of the world. Light of the world. ഞാൻ എന്തിനാ എത്ര ബഹളത്തിൽ പറഞ്ഞറിയുമോ? നിങ്ങൾക്കറിയുമോ, എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു വലിയ തടിയാണ്. 1000 പേർ ചുമക്കേണ്ട തടിയാണ്. 1000 പേർ ചുമക്കേണ്ട തടിയുടെ 999 എണ്ണം അപ്പുറത്ത് നിൽക്കുക, അല്ലെങ്കിൽ 990 എണ്ണം അപ്പുറത്ത് നിൽക്കുക. ഒരു 10 പേരെ ഇപ്പുറത്തുള്ളൂ. ഈ 10 പേര് ഒരു സൈഡ് താങ്ങണം. അപ്പോൾ ആ താങ്ങുന്ന ആളിൻ്റെ വെയിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും രോഷമായിട്ട് സംസാരിക്കുന്നത്. ഇതെൻ്റെ രോഷമല്ല, ഇത് സ്വർഗത്തിലെ തമ്പുരാൻ എൻ്റെ അകത്ത് നൽകിയ ഒരു ബേണിങ്, അത്രേ ഉള്ളൂ. ഡോണ്ട് ഫീൽ ബാഡ്. The church is a selfish mode. Church became a useless institution. Church is here in this earth without any agenda. Church became a useless institution in the world. The earth can survive just like this. ഇതുപോലെ ഭൂമിക്ക് മുമ്പോട്ട് പോകാം വിത്തൗട്ട് ദ ചർച്ച്. ചർച്ച് ഇല്ലെങ്കിലും ഭൂമി ഇങ്ങനെ തന്നെ പൊക്കോളും. കാരണം ചർച്ച് ഇവിടെ ഉണ്ടായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം ഒന്നാമത്തെ കാരണം എന്താ? ചർച്ച് ഒരിക്കലും മാറ്റങ്ങളോട് പ്രോ ആക്റ്റീവ് ആകുന്നില്ല, മറിച്ച് ചർച്ച് ഈസ് ഓൾവേസ് റിയാക്ടിങ്. വി ആർ നോട്ട് ദ റിയാക്ടിങ് പീപ്പിൾ, വി ആർ ദ പ്രോ ആക്റ്റീവ് പീപ്പിൾ. മുൻകൂട്ടി കണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ട സഭ. വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങളോട് തന്നെ പറയാമോ, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. സോ ലൈറ്റ് മീൻസ് നോളജ്. ഹൗ മച്ച് മോർ നോളജബിൾ യു ആർ. എത്രത്തോളം നിങ്ങൾ ഇൻഫോർമേറ്റീവ് ആണ്, എത്രത്തോളം നിങ്ങളുടെ അകത്ത് വിഷ്ടമുണ്ടോ, എത്രത്തോളം നിങ്ങളുടെ അകത്ത് ദൈവപുത്രനെ സംബന്ധിച്ച് അറിവുണ്ടോ, എത്രത്തോളം നിങ്ങളുടെ അകത്ത് തിരുവെഴുത്തിന്റെ വെളിച്ചമുണ്ടോ, ദാറ്റ് മച്ച് നിങ്ങളുടെ ബ്രൈറ്റ്നസ് ലോകത്തിൽ കാണും. ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ്. ജീസസ് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആൻഡ് അഗൈൻ ജീസസ് സെഡ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യു ആർ ദ നോളജ് ഓഫ് ദ വേൾഡ്. യു ആർ ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ വേൾഡ്. യു ആർ. താങ്ക് യു. 7000 പേരുണ്ട്. ആ 7000 പേര് കുറച്ച് പേരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ആളുകളോടാണ്, ഈ ഗുഹയ്ക്കകത്ത് ഇരിക്കുന്ന ആളുകളോടാണ്, ബാലിന് മുട്ടുമടക്കാത്ത കുറച്ച് ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരെ എനിക്ക് എഴുന്നേൽപ്പിച്ചേ പറ്റത്തുള്ളൂ. താങ്ക് യു രജനി സിസ്റ്റർ. സോ ലിസൺ ടു മീ, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഒന്നുകൂടെ ഞാൻ പറയാം, ചർച്ച് നിശ്ചയമായിട്ടും കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഗ്രൂപ്പിലാവരുത്. ചർച്ച് ഹാപ്പനിങ്സിൻ്റെ ഇടയിലും ആകരുത്. ചർച്ച് വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുന്നവരുടെ ഗ്രൂപ്പിലും ആവരുത്. ചർച്ച് മേക്ക് തിങ്സ് ഹാപ്പൻസ്, കാര്യങ്ങളെ മാറ്റുന്നവരുടെ ഗ്രൂപ്പിലാണ്. അത് സഭ പരാജയപ്പെട്ടു. എസ്പെഷ്യലി നമുക്കറിയാം, ക്രൈസ്തവ ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് നേഷൻസിൽ പോലും ചർച്ച് പരാജയപ്പെട്ടു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ ധാരാളം. അറ്റ്ലീസ്റ്റ് ഇന്ത്യ ആ കാര്യത്തിലൊക്കെ ചില കാര്യങ്ങളിൽ മൂല്യം മറ്റിതര പൗരസ്ത്യ രാജ്യങ്ങളെക്കാളും വലിയ മുമ്പിലാണ്. അത് ഇന്ത്യയിലെ മതങ്ങൾ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ, അമേരിക്കയിൽ ഒരു സ്ത്രീ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഐ ഹാവ് ദ റൈറ്റ് ടു കിൽ മൈ ചൈൽഡ്. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അവർ പറയുക, എൻ്റെ വയറ്റിൽ വളർന്ന കൊച്ചിനെ കൊല്ലാൻ എനിക്ക് അധികാരമുണ്ട്. ജഡ്ജി പറഞ്ഞു, മനുഷ്യൻ്റെ അധികാരമാണ്, അതിനെ ഇനി നമ്മളാരും എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് എതിർക്കാൻ പറ്റില്ല, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് എന്താ, അബോർഷൻ. നിങ്ങൾക്ക് കാണാം, അമേരിക്കയിൽ അബോർഷനാണ്. ഒരു വർഷം 5 മില്യൺ കുഞ്ഞുങ്ങളാണ് ഒരു വർഷം അമേരിക്കയിൽ അബോർട്ടഡ് ആകുന്നത്. ഒരു സ്ത്രീ എഴുതിട്ടിട്ട് പറഞ്ഞു, എൻ്റെ വയറ്റിൽ കൊള്ളുന്ന കുഞ്ഞിനെ എനിക്ക് കൊല്ലാൻ അധികാരമുണ്ട്, എനിക്കതിനെ വളർത്താൻ താല്പര്യമില്ല, അതിനെ കൊല്ലാൻ എനിക്ക് സ്വാതന്ത്ര്യം തരണം, എനിക്ക് നിയമം തരണം. സോ നിയമം ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ചിന്തിക്കുന്നത്, ഈ നിയമങ്ങൾ വന്നപ്പോൾ അമേരിക്കയിലെ 35,000-ന് 40,000-ന് സഭയല്ല എവിടെ ആയിരുന്നു? സഭ എവിടെ ആയിരുന്നു? ചോദ്യം ചോദിക്കാൻ എവിടെ ആയിരുന്നു? അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ കുറച്ച് നാൾക്ക് മുമ്പ് ഈ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള ഒരു സംഭവം വന്നു. ഏതാ, ആണിനെ കല്യാണം കഴിക്കുക. എടാ, നായ് പോലും ചെയ്യാത്തതാണെടാ മനുഷ്യൻ ചെയ്യുന്നത്. നായ്, നിന്റെ വീട്ടിൽ എവിടെയെങ്കിലും 2 ആൺനായ്ക്കൾ ഒരുമിച്ച് ഇണ ചേർന്ന് കണ്ടിട്ടുണ്ടോ? രണ്ട് കാളന്മാർ ഒരുമിച്ച്, 2 കാളകൾ അത് ഒരുമിച്ച് ഇണ ചേർന്ന് കണ്ടിട്ടുണ്ടോ? ഇത് മനുഷ്യന്മാർക്ക് മാത്രം എന്താ വന്നിയേ? ഈ മനുഷ്യന്മാർ മൃഗങ്ങളെക്കാൾ താഴെ പോയില്ലേ? അങ്ങനെ ഒരു നിയമം വരുമ്പോൾ അമേരിക്കയിൽ അത് നിയമമാക്കി. എന്നിട്ട് അവസാനം ഇങ്ങനെ ഈ ആണും കൂടെ ചേർന്ന പാസ്റ്റർമാരും ഉണ്ട്. അപ്പൊ പറയാ, നമ്മൾ ലോകത്തെ ചേർത്ത് പിടിക്കാനാണ്, മൊറാലിറ്റി കളഞ്ഞിട്ടാ, അതായത് നമ്മുടെ വാല്യൂ സിസ്റ്റത്തെ കളഞ്ഞിട്ടാ നമ്മൾ വേൾഡിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ചേഞ്ചസ് വരുത്താൻ പറ്റും സഭയ്ക്ക്.
ഈ അമേരിക്കയിലെ സായിപ്പന്മാരെല്ലാം കൂടെ ചാടി പിടിച്ച് ഇന്ത്യയിലോട്ട് വരുന്നതിന് പകരം അവിടുത്തെ ഹോമോസെക്ഷുവാലിറ്റിയും അവിടുത്തെ ലെസ്ബിയനിസവും അവിടുത്തെ അബോർഷനും ഇതൊക്കെ നിർത്തണമായിരുന്നു. അവിടെ നിർത്തി അതിന്റെ മൂല്യം കാണിക്കണമായിരുന്നു. അല്ലാതെ അവർ പുത്തകമായിട്ട് അയച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് മിഷണറി ആകാൻ ശ്രമിക്കുമായിരുന്നു. ഇവർ പോയി അവരുടെ കോർട്ടിൽ മിഷണറി ആകണമായിരുന്നു, അവിടുത്തെ സുപ്രീം കോർട്ടിൽ മിഷണറി ആകണമായിരുന്നു. ഐ താങ്ക് ഗോഡ് ഫോർ ഇന്ത്യ. ഇന്ത്യ എന്തായാലും അതിന് അനുമതി കൊടുത്തിട്ടില്ല. ഇനി എന്നാന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സംഭവിക്കുന്നെങ്കിൽ ആദ്യം എതിർക്കേണ്ടത് സഭയാണ്. അതൊരു മൂല്യമാണ്. സഭ മേടിച്ച് ചുരുണ്ടുകൂട്ടി വാലെടുത്ത് അടി വെച്ചോണ്ട് ഓടുക. ചേഞ്ചസ് ഇസ് നീഡഡ്. ചർച്ച് ഹാസ് ടു പ്രൊആക്റ്റീവ്. വാല്യൂ സിസ്റ്റത്തിന്റെ പുറകിലായിരിക്കണം സഭ. അല്ലെങ്കിൽ ഈ ലോകം നാശത്തിൽ നാശത്തിലേക്കേ പോകത്തുള്ളൂ. ഇതിനെ ചേഞ്ച് ചെയ്യാനുള്ള ഏജൻസിയാണ് സഭ. ചേഞ്ചിങ് ഏജൻസ് ആണ് സഭ. സഭ ഒരു ഡിപ്ലോമാറ്റിക് സെന്ററാണ്. സഭ തീരുമാനിച്ചാൽ മാറ്റങ്ങൾ നിശ്ചയമായും സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, യു ഹാവ് ടു പ്രേ, ലോർഡ് ചേഞ്ച് ദ സിസ്റ്റം, ചേഞ്ച് ദ സിസ്റ്റം. യെസ്, നിശ്ചയമായിട്ടും. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കോവിഡിനൊക്കെ മരുന്ന് കണ്ടുപിടിക്കേണ്ട സയൻറ്റിസ്റ്റിനെയൊക്കെ ആയിരിക്കും അവർ അബോർട്ട് ചെയ്ത് കളഞ്ഞത്. നിങ്ങൾക്കറിയാമല്ലോ, 50 ലക്ഷം യഹൂദന്മാരെയാണ് നാസി ഹിറ്റ്ലർ കൊന്നു കളഞ്ഞത്. അതും ചർച്ച കേട്ടോ, ഇത് ചർച്ചാണ്. ഇതിപ്പോൾ അവർ ഹിന്ദുക്കളൊന്നും വന്നിട്ട് യഹൂദനെ കൊല്ലുകയല്ല, ക്രിസ്ത്യാനികളാണ് ഈ നാസി ജർമ്മൻകാർ യഹൂദന്മാരെ മൊത്തം കൊല്ലുക. ഒരിക്കലും ഒരു ദൈവമനുഷ്യൻ ഇങ്ങനെയാണ് എഴുതി വെച്ചത്: നാസി 50 ലക്ഷം യഹൂദനെ കൊന്നില്ലായിരുന്നെങ്കിൽ എന്നേ എയ്ഡ്സിന്റെ മരുന്ന് കണ്ടുപിടിച്ചേനെ, ഇവിടുത്തെ പല ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിച്ചേനെ, ഇവിടുത്തെ പല ഇന്ന് കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളെക്കാൾ എത്രയോ മടങ്ങ് വർധനവ് ഇവിടുത്തെ സാംസ്കാരിക ശാസ്ത്രീയമായ സാങ്കേതിക വിദ്യക്ക് ഉണ്ടായേനെ. അതിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യൻ നശിക്കുക. ചർച്ച അവിടെ നോക്കിയിട്ട് ചർച്ചും അതിനകത്ത് ഇൻവോൾവ് ആകുക. ഇതുപോലെ അതിന് കൂട്ടുനിൽക്കുക, ഈ ഇമ്മോറാലിറ്റിക്ക് കൂട്ടുനിൽക്കുക. എന്നിട്ട് സഭ പറയുക, നമ്മൾ പറക്കാൻ സമയമായി, നാം പറന്നു പോകും, പ്രാക്കളെ പോലെ നാം പറന്നു പോകും. That's not true. That's not true. You are a selfish person, brothers and sisters. നിന്നെ പറക്കാനല്ല വിളിച്ചേക്കുന്നത്. You're called for this earth. Church has to change the earth. Church has to change the world. Church has to transform the world. We are the changing agents. We have to change the system of the world. That's what Jesus said. You are the light. You are the light. You are the light. അതുകൊണ്ടാണ് ജീസസ് പ്രാർത്ഥിച്ചത്, പിതാവേ അവരെ ഭൂമിയിൽ നിന്ന് എടുക്കുവാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഭൂമിയിൽ അവരെ കാത്തുകൊള്ളുവാൻ പ്രാർത്ഥിക്കുന്നു. എടുത്തോണ്ട് പോകുന്ന പദ്ധതി ഹെവനില്ല. There is no such agenda. ചർച്ചിന്റെ അജണ്ട എന്താ? 2020 ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, പാൻഡമിക് സീസണിൽ church has to take a decision. Lord, we will be the agents of change in our locality. സിറ്റി ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കണം, ഏജൻസ് ആയിരിക്കണം, രൂപാന്തരങ്ങളുടെ ഏജൻസ് ആയിരിക്കണം. അതിന് മാതൃകയുള്ള ക്രിസ്ത്യാനികൾ വേണം. അതിനകത്ത് ജീവനുള്ള ആ സഭയ്ക്കകത്ത് ജീവനുള്ളവർ വേണം. ഇതിപ്പോൾ എങ്ങനെ ഈ സഭയ്ക്കകത്തുള്ളതിനെ ചേഞ്ച് ചെയ്യാനാണ് വർഷങ്ങൾ എടുക്കുന്നത്. സോ ട്രൂ ക്രിസ്ത്യൻസ് വേണം, സത്യ ക്രിസ്ത്യാനികൾ, യഥാർത്ഥ കിങ്ഡം സിറ്റിസൺസ് സഭയ്ക്കകത്ത് വേണം. ആ സഭയെ കൊണ്ട് മാത്രമേ സമൂഹത്തെ മാറ്റാൻ കഴിയത്തുള്ളൂ. എൻ്റെ ഈ സന്ദേശം, എൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നതോട് ഞാൻ പറയാം, ഇതൊരു പക്ഷേ നിങ്ങളുടെ അകത്ത് മറഞ്ഞു കിടന്ന പല വെളിപ്പാടുകളെ, ദർശനങ്ങളെ, വിഷൻസിനെ തട്ടി ഉണർത്തുന്നതായിരിക്കും. ഗോഡ് ഈസ് ഗോയിങ് ടു യൂസ് യു ആസ് എ ട്രാൻസ്ഫോമർ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ആളായി, റിഫോർമേഷൻ്റെ ആളായി, രൂപാന്തരത്തിൻ്റെ ആളായി, മാറ്റങ്ങൾ വരുത്തുന്ന ആളായി, ഹിസ്റ്ററി ചേഞ്ചേഴ്സായി, സാഹചര്യങ്ങളെ മാറ്റുന്നവരായി ദൈവം നമ്മെ മാറ്റുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാറ്റുകയാണ്. ഈ ഒരു ഞായറാഴ്ച ഒരുപക്ഷെ ഞാൻ എൻ്റെ ചർച്ചിൽ നിന്ന് ഈ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ എൻ്റെ കേൾവിക്കാരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ ഉപയോഗിക്കും, ദൈവം നിങ്ങളെ മാറ്റും. നിങ്ങൾ പറയാം, ഞാനൊരു മാറ്റത്തിൻ്റെ ആളാണ്,
ഞാൻ ആരെങ്കിലും വരുത്തുന്ന മാറ്റത്തിൻ്റെ അടിമയാകത്തില്ല. ആരെങ്കിലും വരുത്തുന്ന മാറ്റത്തിൻ്റെ ഇരയായിട്ട് ഞാൻ ജീവിക്കത്തില്ല. എൻ്റെ തലമുറ ജീവിക്കാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, എൻ്റെ തലമുറ, എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ ഏതോ ഒരുത്തിനും വരുത്തിയ ഈ സിസ്റ്റത്തിന് വന്ന മാറ്റത്തിൽ അവരതിൻ്റെ ഇരകളായി ജീവിക്കരുത്. സഭ വരുത്തിയ മാറ്റത്തിൻ്റെ ബെനിഫിഷ്യറീസായിട്ട് ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കണം. ജനറേഷൻ ജീവിക്കണം. ആ പ്രിവിലേജിലായിരിക്കണം നമ്മുടെ ജനറേഷൻ ജീവിക്കേണ്ടത്. നിങ്ങൾ ഞാനും ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് കാര്യങ്ങളെ ചേഞ്ച് ചെയ്തിട്ട് പോകണം. അല്ലെങ്കിൽ അത് സഫർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തലമുറയാണ്. നമ്മുടെ തലമുറ സഫർ ചെയ്യും. പണ്ട് യേശുവിൻ്റെ അടുക്ക വരാൻ ഒരുപാട് കാരണം ഉണ്ടായിരുന്നു. കുടിക്കുന്ന അപ്പൻ, ഇല്ലാത്ത ചോരുന്ന വീട്, ആഹാരമില്ല, ധരിക്കാൻ വസ്ത്രമില്ല, ഇടാൻ ചെരുപ്പില്ല, 100 കാരണം ഉണ്ടായിരുന്നു യേശുവിനെ അന്വേഷിക്കാൻ. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നുമില്ല. താമസിക്കുന്നത് AC മുറിയിൽ, യാത്ര ചെയ്യുന്നത് AC കാറിൽ, വസ്ത്രത്തിന് മേൽ വസ്ത്രം, ആഹാരത്തിന് പുറത്താഹാരം, കുടിക്കുന്ന അപ്പനല്ല, ചോരുന്ന വീടല്ല, എല്ലാം ഉള്ളൊരു തലമുറയാണ് വളർന്നു വരുന്നത്. അവരുടെ മുമ്പിൽ കടഭാരം, മദ്യപാനം, ജപ്തി എന്നൊന്നും പറഞ്ഞാൽ നിന്റെ സുവിശേഷം ആരും ഏക്കത്തില്ല. I'm very much, this is my cry, brothers and sisters. നിങ്ങൾ എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുക. എൻ്റെ ഹൃദയത്തിൻ്റെ ക്രൈ ആണ്, എൻ്റെ വേദനയാണ്. ഒരു ജനറേഷൻ, അടുത്ത തലമുറ ഈ സിസ്റ്റത്തിനകത്ത് അവർ ഇരകളായി പോകും. They will be conformed with the world. അടുത്ത ജനറേഷൻ പെർവർട്ടഡ് ആയി പോകും. ചർച്ച്, get up. You are the agents of changes. നിങ്ങളാണ് മാറ്റങ്ങളുടെ ഏജൻസിയാണ് സഭ. ഗോഡ്സ് ഡിപ്ലോമാറ്റിക് സെന്ററാണ് സഭ. ചേഞ്ചിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ദൈവം ഭൂമി സ്ഥാപിച്ചിരിക്കുന്ന അവന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചർച്ച്. ദൈവം നിങ്ങളെ മാറ്റുക. ഞാൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ചേഞ്ച് എന്ന ഒരു വിഷയം പെട്ടെന്ന് പറഞ്ഞ് നിർത്താൻ പോകും. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ചേഞ്ചസ്? മാറ്റങ്ങളുടെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? നമ്പർ 1, the Bible says God created the heavens and the earth. God is the God of creator. God created, and അടുത്ത് പറയുന്നു ദൈവം അതിനെ സൃഷ്ടികളെ കൊണ്ട് നിറച്ചു. ബാറ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ബാറ, ദ വേർഡ് ബാറ മീൻസ് fatten up. fatten up എന്നാണ്, filled up എന്നാണ്. He called everything back, തിരിച്ചു വിളിച്ചു, and he filled up, he fattened up the all creations. God created everything. The first principle of change is form. You note it down, form, FORM, form. Form എന്ന് പറഞ്ഞാൽ creation, and God is the God of creator, and God created everything with a purpose. This is very important. So God did not create anything without any purpose. കാരണം കൂടാതെ ഒരു സൃഷ്ടിയില്ല. Every human being in this world, he is created in this earth with a purpose. Even though he is a rich man, maybe he is a poor beggar, he is here in this earth with a purpose. And 99% of the people in this earth, they are going to die not with cancer, but without purpose. Do you get me? 99% of the earth, ഭൂമിയിലെ 99% ആളുകൾ മരിക്കാൻ പോകുന്നത് സുനാമി ഒന്നല്ല, 3-ാം ലോക മഹായുദ്ധം ഒന്നല്ല. They are going to die without knowing their purpose. God is the God of changes. എൻ്റെ പ്രത്യേകം പറയുന്നത്, the first thing, God forms everything. Form, number 1, form. Creator created everything with purpose, with clear-cut purpose, and with the potentiality. Purpose ഉണ്ടോ, അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. That is potential. So the purpose and potential is going together. The purpose and potential is going together. Why potential? Because of the purpose. Purpose കാരണമാണ് potential. You know what is the meaning of potential?
അൺയൂസ്ഡ് എബിലിറ്റി ആണ് പൊട്ടൻഷ്യൽ. ഉപയോഗിച്ചിട്ടില്ലാത്ത ടാലൻറ്റിനെയും ഉപയോഗിച്ചിട്ടില്ലാത്ത കഴിവിനെയുമാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ എവ്രിബഡി ഹാസ് their own potential. Finding out your potential means you are going to enter into your purpose. So God is a God of form. The first principle of changing the world is form. Must know that God is the creator of this entire earth. He formed this earth. Second one, listen, this is very important. Second one, because of the fall of man, the formed world become deformed. Deform means വിരൂപമാകുക. ദൈവം ഭൂമിക്ക് രൂപം വരുത്തി. He created everything. He formed everything. He formed man, woman, and with a purpose and with potentiality and with a destiny, everything. But because of the fall, the form became deformed. Deform means virubamaguga. That is the fall of man. Everything is fall apart. Ellam veenu poi. So formation deform aayi. This is very important. Deform. This happened on the fall of man, because when human being fall down, system also fall down. So the system is connected with the man. If the man is മനുഷ്യൻ എഴുന്നേറ്റാൽ സിസ്റ്റം എഴുന്നേക്കും. ഈ വേൾഡ് സിസ്റ്റം കറപ്റ്റഡ് ആയതിൻ്റെ കാരണം ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ആർ കറപ്റ്റഡ്. ദ കറപ്റ്റഡ് പീപ്പിൾ ഈസ് റണ്ണിങ് ദ കറപ്റ്റഡ് വേൾഡ്. കറപ്റ്റഡ് പീപ്പിൾ ആർ റണ്ണിങ് ദ കറപ്റ്റഡ് ഗവൺമെന്റ് സിസ്റ്റം. So the first thing, God formed everything. Second, because of the fall, everything is deformed. ഡിഫോമായി. ഡിഫോം എന്ന് പറഞ്ഞാൽ വിരൂപമായി എന്നാണ്. അതിന് ഒറിജിനൽ കപ്പാസിറ്റി പോയില്ല, ഇൻവാലിഡായി മാറി, കേപ്പബിൾ അല്ലാതായി മാറി, ഫുൾ പൊട്ടൻഷ്യൽ വെളിവരാൻ. കാരണം പൊട്ടൻഷ്യൽ എപ്പോഴും പർപ്പസിലെ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ദാറ്റ് ഇസ് വൈ ഇൻ ദ ഡിഫോംഡ് മാറ്റർ, ഡിഫോംഡിൽ people are dying without purpose and with full potential. Amen. നേരത്തെ നമ്മുടെ സിസ്റ്റർ എഴുതിയ പോലെ they were killed in the womb. Scientists were killed, soldiers were killed, business people were killed. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കുഞ്ഞിനെ വയറ്റി വെച്ച് കൊല്ലുക, അബോർഷൻ ചെയ്യുക, നിങ്ങൾ ആരാ കൊല്ലുന്നറിയോ? എത്ര ഡോക്ടർമാരെ കൊന്നു, എത്ര എഞ്ചിനീയേഴ്സിനെ കൊന്നു, എത്ര ഇവാഞ്ചലിസ്റ്റുമാരെ കൊന്നു, എത്ര ബിസിനസ് സ്ഥാപകരെ കൊന്നു, എത്ര സയന്റിസ്റ്റിനെ കൊന്നു. You do not know. You killed because you think that it is illegal. You are killing an illegal child, but you are killing a scientist. This is a matter of deforming. വിരൂപമാക്കപ്പെടുക. മൂന്നാമത്തെ പോയിന്റ്, വിരൂപമാക്കപ്പെട്ട വേൾഡിൽ മനുഷ്യർ ആരായി മാറിയെന്നറിയാമോ? The people will became conformed എന്ന് പറഞ്ഞാൽ അറിയാമോ? അനുരൂപരാകുക. അപ്പം വിരൂപമാക്കപ്പെട്ട ലോകത്തെ മനുഷ്യരിപ്പോൾ എന്തായി? ഈ ലോകത്തോട് അനുരൂപമായി എന്ന് പറഞ്ഞാൽ ഈ ഫോളൻ വേൾഡുമായിട്ട് മനുഷ്യൻ എന്തായി തീർന്നു? അനുരൂപപ്പെട്ടു, അനുരഞ്ജനപ്പെട്ടു. അവര് ഈ വീണ ലോകത്തെ തന്നെ അങ്ങ് സ്വീകരിച്ചു. they accepted it. സോ ഡിഫോംഡ് വേൾഡിൽ ഈ കൺഫോമിറ്റി മീൻസ് പെർവേർഷൻ ആണ് കേട്ടോ. അതായത് ക്രിയേഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. ദൈവം സൃഷ്ടിച്ച പേർപ്പസിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു തെറ്റായ പോക്കാണ് പെർവേർഷൻ. സോ കൺഫോമേഷൻ മനുഷ്യനെ എന്താക്കി മാറ്റി? പെർവേർഷനാക്കി. കൺഫോം എന്ന വാക്കിൻ്റെ അർത്ഥം പെർവേർഷൻ എന്നാണ്. പെർവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനൽ ഉപയോഗിക്കപ്പെടുന്ന പകരം വേറെ എന്തിനു വേണ്ടി ഉപയോഗിക്കുക. ദാറ്റ് ഈസ് പെർവേർട്ടഡ്. ഫോംഡ്, ഡിഫോംഡ് and deformed world എന്തായി മാറി? കൺഫോം. this is happening in the world. That's what the Bible says in Romans chapter 12 verse 2. ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ ലോകത്തിന് do not be conformed with this world. Because of the deformed world, people are conformed to this world, and God is asking his citizens, the kingdom people, do not be conformed with this world. Do not be a part of the perverted world. Do not adjust. സഹിഷ്ണുത, പാസിറ്റിവിറ്റി ഇല്ലേ? പാസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സഹനം. എല്ലാത്തിനും സഹനം, കഷ്ടത സഹിച്ചു.
പട്ടിണി സഹിച്ചു, രോഗം സഹിച്ചു, എല്ലാം സഹനം പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സഭ കണ്ടിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ സഭ സഹനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സഹനത്തിനൊക്കെ അത് കൺഫോമിറ്റിയാണ് നല്ലത്. കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അനുരഞ്ജനപ്പെട്ടു പോവുക. കഷ്ടതയെങ്കിൽ കഷ്ടത, ഇല്ലെങ്കിൽ ഇല്ല, തോറ്റെങ്കിൽ തോറ്റ്, വീണെങ്കിൽ വീണ്, ഞാൻ ആർക്കും ഉപദ്രവകാരിയല്ല. ദിസ് ഈസ് എ കൺഫോമിറ്റി, ദിസ് ഈസ് പെർവേർഷൻ. ഞാൻ പറയുന്നത് ചേർച്ച് ഇപ്പോൾ നിൽക്കുന്നത് ഈ കൺഫോമിറ്റിയിലാണ്. The church is conformed with the world because they could not do anything. They cannot do anything. They become an useless institution. They are conformed with the world. They are happy. സഹനം, സഹിഷ്ണുത. ആർക്കെങ്കിലും ഒരു രോഗം വന്ന് പറയും, എല്ലാവർക്കും രോഗം വരുന്നു, എനിക്കും വന്നു, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. വീട് പട്ടിണിയായി പറയും, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാകുന്നു. ക്യാൻസർ വന്ന് 35-ാമത്തെ വയസ്സിൽ ചത്തപ്പോൾ പറയാം, ഓ പ്രിയപ്പെട്ടവൻ താൻ പ്രിയം വച്ച യേശുവിൻ്റെ അടുക്കിലേക്ക് പോയി ഓട്ടം തികച്ചു. കഴിഞ്ഞ കുറേ നാൾക്ക് മുമ്പ് ഒരു കുഞ്ഞ് ഒരു ആക്സിഡൻറ്റിന് മരിച്ചു. 7 വയസ്സ്. അവൻ്റെ ഫോട്ടോ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് അവൻ്റെ അപ്പനാന്ന് തോന്നുന്നു. അതിന് താഴെ നല്ല പോർ പൊരുത് ഓട്ടം തികച്ചെന്ന്. ഇവനെയൊക്കെ എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. 7 വയസ്സുള്ള കുഞ്ഞ്, അവൻ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ സഭ കൺഫോമിറ്റിയാണ്. കൺഫോമിറ്റി ഈസ് പെർവേർഷൻ. കൺഫോം ആവരുത്, ലോകത്തിന് അനുരൂപരാകരുത്, ലോകത്തിന്റെ ഫോളൻ സിസ്റ്റത്തിന് അനുരൂപരാകരുത്, ലോകം വരുത്തിയ ചേഞ്ചിന്റെ ഇരകളായി സഭ ജീവിക്കരുത്. മനസ്സുകൊണ്ട് പോലും അതിനെ എതിർക്കത്തില്ല. അവർ സമ്മതിക്കുക. ഒരു കുഞ്ഞ് മരിക്കുമ്പോൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. എന്താ സമ്മതിച്ചു കൊടുക്കുന്നേ? ഓട്ടം തികച്ചു. അവൻ ഇഷ്ടപ്പെട്ട പ്രിയം, അവൻ എന്തോ ഓട്ടം തികച്ചു. അവൻ ഓടാൻ ചെരുപ്പിട്ട് തുടങ്ങിയില്ല, പിന്നെ അങ്ങനെ അവൻ ഓട്ടം തികക്കുന്നു. മേലാൽ അനാവശ്യമായ വാക്യങ്ങൾ എടുത്ത് നമ്മുടെ കാര്യങ്ങൾ സാധ്യമാക്കാൻ നമ്മളെടുത്ത് ഫിറ്റ് ചെയ്യുക. ഡു നോട്ട് ബി കൺഫോം ദിസ്. ദ വേൾഡ് സിസ്റ്റം അങ്ങനെ. വേൾഡ് പറയും വിധിയില്ല, അവൻ അത്ര നാളെ ഉള്ളു വിധി. സഭ പറയും അവനും വിധിയില്ല. ലോകം എന്ത് പറഞ്ഞു? അതിൻ്റെ തലയാട്ടികളായ ബൊമ്മയായി മാറി സഭ. There is no change in the church. ഡു നോട്ട് ബി കൺഫോം ദിസ്. അതുകൊണ്ടാണ് ബൈബിൾ വളരെ വ്യക്തമായി പറഞ്ഞത്. ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശ്വം ദൈവത്തിന് പ്രസാദമായി യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് സിസ്റ്റത്തിന് നിങ്ങൾ അനുരൂപരാകരുത്, നിങ്ങൾ അനുരഞ്ജനപ്പെടരുത്, നിങ്ങൾ അതിനോട് യോജിക്കരുത്. ഈ സിസ്റ്റത്തോട് നിങ്ങൾ യോജിക്കാൻ പാടില്ല. നിങ്ങൾ ഈ സിസ്റ്റത്തോട് യോജിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു സിസ്റ്റത്തോട് അനുരഞ്ജനപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലും അതിനെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾ അതിനെ എതിർത്താലേ അത് മാറാൻ പറ്റൂ. ഒരാൾക്ക് നമ്മുടെ ചേർച്ചിൽ ഒരു സിറ്റിസണിനകത്ത് ക്യാൻസർ വന്നാൽ നമ്മൾ പറയും എല്ലാവർക്കും ക്യാൻസർ ഉണ്ട്, അപ്പുറത്തെ വീട്ടുകാരനും അങ്ങനെ. ഒരു ശകലം പോലും അതിനൊരു വൈരുദ്ധ്യം പോലും ഇല്ല, അല്ലെങ്കിൽ തന്നെ ഒരു റെസിസ്റ്റിംഗ് പോലും ഇല്ല. നമ്മുടെ ചർച്ച് ഒരു വിക്ടിമായി മാറി. അതിന് തത്തുല്യമായിട്ടുള്ള പ്രസംഗങ്ങളും തിയോളജികളും ഉണ്ടാക്കി. ചർച്ച് ലോകത്തിന് അനുരൂപമാണ്. പെർവേർട്ടഡ് വേൾഡിലാണ് ചർച്ച്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞതിന്റെ സീരിയസ്നെസ്. പെർവേർട്ടഡ് വേൾഡിലാണ്, ലോകത്തിലെ സകല തിന്മയുടെയും സകല മാൽ ഫങ്ഷന്റെയും ഇരകളായിട്ട് സഭ ജീവിക്കുക. അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുക. എന്തിന് പൊരുത്തപ്പെടണം? ലാസർ മരിച്ചുപോയി, 4 ദിവസമായി നാറ്റം വെച്ചു, ചാവട്ടെ കുഴപ്പമില്ല, അവൻ അവസാനം ഉയർത്തെഴുന്നേറ്റോളൂ എന്നുള്ള ചിന്തയിലിരിക്കുന്ന മാർത്തയാണോ ക്രിസ്തുവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറയുന്ന മറിയാണോ ഇവിടെ ആവശ്യം? ഒടുക്കത്തെ നാളിൽ ഉയർക്കുമെന്ന് വിശ്വസിക്കുന്ന കൺഫോമിറ്റി അല്ല ഇവിടെ വേണ്ടത്. ജീസസ്, യു ആർ ദ റിസറക്ഷൻ, യു ക്യാൻ റിസറക്ട് ഹിം അപ്പ്. നിനക്ക് അവനെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന ചിന്തയാണോ ചർച്ചിന് വേണ്ടത്? ഡു നോട്ട് ബി കൺഫോം ദിസ് വേൾഡ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, കുറിച്ചു വെക്ക, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, ലോക സിസ്റ്റത്തിന് അനുരൂപരാകരുത്. സഭ ഇപ്പം എന്നിട്ട് സഭയ്ക്ക് ഇപ്പോൾ സഹനം പഠിപ്പിക്കുക. സഹനം, നമ്മളെല്ലാം കഷ്ടതയാണ്, നമ്മൾ വേദനയാണ്, നീ എന്നെ അടിച്ചോടാ, നീ എന്നെ അങ്ങ് കൊന്നു, നീ എന്ത് ചെയ്താലും ഞാൻ സഹിച്ചോളാം. വിശുദ്ധന്മാർക്ക് ലോകത്തിൽ നിന്ന് വരുന്ന തിന്മയെ നമ്മൾ സഹിക്കണം. പക്ഷേ സിസ്റ്റം ഉണ്ടാക്കി വെച്ചതിനെ സഹിക്കേണ്ട ആവശ്യം നമുക്കില്ല. I don't preach passivity അല്ല ഞാൻ പറയുന്നത്. I don't want to preach passivity.
I want to be a changer. I want to be transformed the world. You have to change the world. This is the kingdom message, brothers and sisters. Conform. ഞാൻ കുറച്ച് അതുകൊണ്ടാണ് ഒരിക്കലും ഒരു കൊട്ടേഷനിങ്ങാണ്, യു ക്യാൻ നെവർ ക്രിട്ടിസൈസ് വിച്ച് യു ആർ ലവ്. നീ സമ്മതിക്കുന്നതിനെ നിനക്ക് വിമർശിക്കാൻ പറ്റില്ല. നീ വിമർശിക്കുന്നെങ്കിൽ നീ അതിനെ സമ്മതിക്കുന്നില്ലെന്നർത്ഥം. നീ വിമർശിക്കുന്നെങ്കിൽ നീ അതിന് സമ്മതിച്ചു കൊടുക്കുന്നില്ലെന്നർത്ഥം. നീ അലോ ചെയ്യുന്നതിനെ നിനക്ക് വിമർശിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പീപ്പിൾ ആർ ഒരിക്കലും ഒരു ജനങ്ങൾ എന്തുകൊണ്ടാണ് ഒന്നും പറയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? എന്ത് സംഭവിച്ചാലും എല്ലാം മാനുഷിക്കും. എല്ലാത്തിനും കണ്ടുപിടിച്ചിരിക്കുന്ന ആൻസർ ഉണ്ട്. ഈ ശരീരം രൂപാന്തരപ്പെട്ടിട്ടില്ല. അങ്ങനെ അടുത്ത ചോദ്യം, ഈ ശരീരത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി അല്ലേ യേശു ക്രിസ്തുവിന്റെ മുതുക് ഉഴവുചാൽ പോലെ കീറിയത്? ആ ഉഴവുചാൽ പോലെ കീറിയതിന്റെ ബെനിഫിറ്റില് 1% പോലെ സഭയ്ക്കകത്തില്ലല്ലോ. ഒരു രോഗിയും സഭയ്ക്കകത്ത് കാണരുത്. ഒരു രോഗിയും സഭയ്ക്കകത്ത് കാണരുത്. എന്നാലേ രോഗശാന്തി ലോകത്ത് പ്രസംഗിക്കുമ്പോൾ ജനങ്ങളത് വിശ്വസിക്കത്തുള്ളൂ. ഇത് സഭ നിറച്ച് രോഗികളെ വെച്ചിട്ടാണ് നമ്മൾ പുറം ലോകത്ത് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നത്. ഒരു രോഗി കാണരുത് ചർച്ചിൽ. അങ്ങനെയുള്ള വൈരാഗ്യമാണ് ചർച്ചിന് വേണ്ടത്. അല്ലാതെ ഇവിടെ മൊത്തം പരരോഗികളാണ്. ഇവിടെ എല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സിക്കേണ്ടവരെ ഇരുത്തിയിട്ടാണ് നമ്മൾ പുറത്തു പോയി ഒരുത്തന്നെ മുതുകുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വി ആർ കൺഫോംഡ് വിത്ത് ദിസ് വേൾഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പെർവേർട്ടഡ് ആയി പോയി. പെർവേർട്ടഡ് വേൾഡിലാണ്. കൺഫോമിറ്റിയാണിത്. കൺഫോമിറ്റി ഈസ് പെർവേർഷനാണ്. അനുരൂപരാകരുത്, ഇതിനോട് യോജിക്കരുത്. ഒരു റിബലിയസ് മെന്റാലിറ്റി ഇതിനകത്ത് വേണം നമുക്ക്. കിങ്ഡം ഇൻഫ്ലുവൻസ് വിൽ ട്രാൻസ്ഫോം ദി സൊസൈറ്റി. ദൈവരാജ്യത്തിന്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം കൊണ്ട് മാത്രമേ സംവിധാനങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്പർ 1 ഫോം, ദാറ്റ് ഇസ് ക്രിയേഷൻ. നമ്പർ 2 ഡിഫോം, ദാറ്റ് ഇസ് എ ഫോൾ ഓഫ് മാൻ. നമ്പർ 3 ബിക്കോസ് ഓഫ് ദി ഡിഫോമിംഗ് പീപ്പിൾ ആർ കൺഫോംഡ്, ദാറ്റ് മീൻസ് പെർവേർഷൻ. പീപ്പിൾ ആർ ഹാപ്പി വിത്ത് ദാറ്റ്. സഹിക്കുന്നു, എല്ലാം സഹിക്കുന്നു. They're conformed to the world. But Jesus said, the Bible says, the Holy Ghost said, do not be conformed to this world. ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുത്. That is a commandment from the Holy Ghost. If you are conforming with this world, you will never change the world. കുറിച്ചു വെക്ക്. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ കൊട്ടേഷൻ മാത്രമല്ല എഴുതുന്നത്, ഞാൻ ഈ പറഞ്ഞ കുറിച്ചു വെക്ക്. You cannot change the circumstances. You cannot change the things that you are conformed with. നിങ്ങൾ എന്തിനോടെങ്കിലും അനുരഞ്ജനപ്പെട്ടാൽ നിങ്ങൾക്കതിനെ മാറ്റാൻ പറ്റില്ല. That is a very important statement. You cannot change the system that you are conformed with. നിങ്ങൾ എന്തിനോട് അനുരൂപപ്പെട്ടോ നിങ്ങൾ അതിനെ മാറ്റില്ല. നിങ്ങൾ അതിൻ്റെ അടിമയാണ്. That's why church is always going after sickness. Sickness ആണ്. സഭ മൊത്തം രോഗികളാണ്. ഫാമിലി പ്രോബ്ലം. നിങ്ങൾക്കറിയാമോ ലോകത്തിൽ എന്ത് നടക്കുന്നത്? അതിനാ ചർച്ച നടക്കുന്നത്. ലോകത്തിൽ വിവാഹമോചനം, ചർച്ചിൽ വിവാഹമോചനം. നമ്മൾ കൺഫേം ചെയ്ത് എന്നിട്ട് പറഞ്ഞു നോ പ്രോബ്ലം. അത് എല്ലായിടത്തും അങ്ങനെ. ഇപ്പൊ എല്ലാ വീടുകളിലും അങ്ങനെ. വി ആർ ഹാപ്പി വിത്ത് ദാറ്റ്. You cannot change the world. You cannot change the system of the world. You cannot change the family. Because first of all, you have to build your family first. You are conformed, you are a perverted generation. You cannot change the world. So the church has to change first. Hallelujah. Restore everything back to the will of God is the assignment of the church. Number 4. Form, deform, conform. 4. Transform. Transform means conversion. കൺവേർട്ട് ചെയ്യണം. എവിടെന്നാ? പെർവേർഷൻ വന്നതുകൊണ്ട് ഇനി കൺവേർഷൻ നടക്കണം. കൺവേർഷൻ ഡസൻറ്റ് മീൻ, കൺവേർഷൻ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ മാറ്റമല്ല, പെർവേർഷനുള്ള മാറ്റമാണ്. ബട്ട് വാട്ട് ഹാപ്പൻ ടു ദ ചർച്ച്? Church is converting people from another religion. This is a problem. Do not convert any people from any religion. That is not the matter of the church. That is not the agenda of the church. Conversion from the perverted world system.
പെർവേർഷനിൽ നിന്നാണ് കൺവേർഷൻ വരേണ്ടത്. ഹിന്ദുയിസത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ബുദ്ധിസത്തിൽ നിന്നും അല്ല വരേണ്ടത്. കൺവേർഷൻ ഫ്രം പെർവേർഷൻ. പെർവേർഷൻ വന്നത് എന്തുകൊണ്ട്? ഡിഫോം ആയതുകൊണ്ടാണ്. പെർവേർഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അവിടെ അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചിൽ മതം മാറി വന്നിട്ട് ആള് മാറിയിട്ടില്ലല്ലോ. ആള് മാറിയിട്ടില്ല, മതം മാത്രമേ മാറിയിട്ടുള്ളൂ. പ്രഭാകരൻ ബിക്കം പോൾ, സദാശിവൻ ബിക്കം ശാമുവേൽ, സരള ബിക്കം സാറ. ഇത്രയൊക്കെയല്ലോ. മതം മാറി. മതം മാറി ഇതിനകത്ത് വന്നിട്ട് അതേ മതത്തിന്റെ സ്വഭാവം കാണിക്കുന്നു. ഇപ്പൊ തന്നെ ചില മതങ്ങൾ മാറി വന്ന ചില പാസ്റ്റർമാരുടെ സ്വഭാവം കണ്ടിട്ടില്ലയോ? അവൻ പണ്ടിരുന്ന മതത്തിന്റെ അതേ സ്വഭാവം തന്നെയാണ് അവനിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ മാറത്തില്ല. അവൻ കൺവേർട്ടഡ് അല്ല, അവൻ മതം മാറിയവനാണ്. മതം മാറിയെന്നതും ദൈവത്തിന്റെ പദ്ധതിയും തമ്മിൽ വ്യത്യാസം. ദൈവത്തിന്റെ പദ്ധതി ട്രാൻസ്ഫോർമേഷനാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കൺവേർഷനാണ്. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെർവേർഷൻ എന്നുള്ള കൺവേർഷനാണ്. പെർവേർഷൻ നിന്ന് കൺവേർഷൻ വരണം. ഹല്ലേലൂയ. ദാറ്റ് മീൻസ് ഒറിജിനിലേക്ക് തിരിച്ചു വരുത്തുക. ഈ കൺവേർഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത് എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് എ ഫിഫ്ത്ത് വൺ, ദാറ്റ് ഈസ് റീഫോർമേഷൻ. റീഫോം ചെയ്യണം. റീഫോം മീൻസ് ഫോമിലേക്ക്, ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് ഫോമിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നതിന്റെ പേരാണ് റീഫോം. നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഫോമിൽ ദൈവം സൃഷ്ടിച്ച ഒറിജിനൽ ഇന്റൻഷനിലേക്ക്, ഒറിജിനൽ പേർപ്പസിലേക്ക്, ഒറിജിനൽ പൊട്ടൻഷ്യാലിറ്റിയിലേക്ക്, ഒറിജിനൽ വിഷനിലേക്ക് റീഫോം ചെയ്യുന്നതിന്റെ പേരാണ് റിഫോർമേഷൻ. ദിസ് എ ചേഞ്ച്. റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ reform everything. Reform means taking things back to the original form of creation. Educational system, banking system, political system, religious system, government system, എന്തൊക്കെ സിസ്റ്റം ഉണ്ടോ, മീഡിയ, everything has to be reformed. Reformation is the final stage of change. തുടങ്ങിയത് ഫോമിലാണ്, വീഴ്ച ഡിഫോമിലാണ്, പീപ്പിൾ ആർ ഇൻ കൺഫോമിറ്റിയിലാണ്. ബട്ട് ചർച്ച് എൻ്റർ ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? ട്രാൻസ്ഫോർമേഷനിലാണ്. കൺവേർട്ടിംഗ് പീപ്പിൾ ഫ്രം പെർവേഷൻ. വെൻ ദ പീപ്പിൾ ആർ കൺവേർട്ടഡ് ഫ്രം ദ പെർവേഷൻസ്, ദ പീപ്പിൾ ഓഫ് ചേഞ്ച് ഹാസ് ടു കം അപ്പ് and say you have to be reformed. So coming back to the original, this is our ministry. This is the ministry we are doing. We are calling back to the original form. Come back to the true form. Come back to your true creative purpose. That is the original ministry that we are doing today. ഞാൻ 100% വിശ്വസിക്കുന്നു. എൻ്റെ പ്രയത്നം വൃഥാവല്ല, എൻ്റെ എഫർട്ട് വൃഥാവല്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ മെസ്സേജ് എനിക്കറിയാം. ഒരു ഓൾ ഡേ ഐ എം സ്പെൻഡിങ് വിത്ത് ഗോഡ് ആൻഡ് വിത്ത് ബൈബിൾ to prepare a message for you, brothers and sisters. This is very much valuable. But എനിക്കൊരു വേദനയുണ്ട്. ചില ആളുകൾ they are just taking us ഒരു കോസ്റ്റ് ഇല്ലാതെ ഇത് കിട്ടുന്നതുകൊണ്ട് ആ നിലയിൽ ഇത് കണ്ടിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചില സമയങ്ങളിൽ ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിണങ്ങരുത് നിങ്ങളോട്. സ്റ്റോപ്പ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ പറയാറുണ്ട്. ഞാൻ ഓപ്പൺ ആൻഡ് ടോക്കിങ്. കാരണം ഇതിൻ്റെ വാല്യൂ മനസ്സിലാകാതെ എടുക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. നല്ല വാല്യൂയിൽ എടുക്കുന്ന ആളുകളുണ്ട്. സോ അവരെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് എനിക്ക് വീണ്ടും ഇത് പ്രസംഗിക്കാൻ തോന്നുന്നത്. God formed everything. Because of the fall, everything is deformed. And deformed things became conformed. Conformed things because of the gospel of the kingdom of God. And by the influence of the kingdom of God, everything is transformed. And transformation is going to become a reformation. Reformation means coming back things to the original purpose. That is the change. That means the church has to be as an agent of change, to change everything. Change everything. നിങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും പ്രിയരെ, മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ലെജൻസിനോട് ഞാൻ സംസാരിക്കുക, ഓരോ അംബാസിഡേഴ്സിനോട് ഞാൻ സംസാരിക്കുക. നിങ്ങൾ മറ്റാരോ വരുത്തിയ മാറ്റത്തിൻ്റെ ഇരകളാകരുത്.
ആരോ പറഞ്ഞതിൻ്റെ മാറ്റത്തിൻ്റെ ഇരകളായി മാറരുത്. നിങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ചേഞ്ച് ദ സിസ്റ്റം, ചേഞ്ച് ദ വേൾഡ് സിസ്റ്റം. സംവിധാനങ്ങളെ മാറണം. ചർച്ച് എഴുന്നേക്കണം. ചർച്ചിൻ്റെ അജണ്ട എന്താ? നമ്മുടെ ചർച്ചിൻ്റെ അജണ്ട is to change the city. We are not focusing on ഞങ്ങൾ ഇന്ത്യയിലെ ട്രിവാൻഡ്രത്തെ മുഴുവൻ സിറ്റിയിലെ ആളുകൾ മുഴുവൻ ഞങ്ങളുടെ ചർച്ചയിൽ വരണം. ദാറ്റ് ഇസ് നോട്ട് അവർ ഫോക്കസ്. We have a focus to transform our city, change our city. Let every ICF people say hallelujah. ICF എല്ലാം hallelujah പറയട്ടെ. We are the agents of change. And I pray we will change the economic system. We will change the political system. We will change judiciary. We will change the economic world. We will change the society. The church became an agent of changes. Hallelujah. Hallelujah. And this is a very wonderful Sunday. I really thank God for this valuable and glorious time with you, brothers and sisters. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അപ്പോൾ ചർച്ച് ഉപയോഗശൂന്യമായ ഒരു ചർച്ചിനെ നമ്മൾ കണ്ടു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇറ്റ് ഇസ് നോട്ട് ലീവിങ് ദിസ് എർത്ത് ബട്ട് ടു സേവ് ദ എർത്ത്, ചേഞ്ച് ദ എർത്ത്. നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ചൊരിയട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വി വിൽ ചേഞ്ച് ദ സൊസൈറ്റി. ഇത് ഞായറാഴ്ചയാണ്. ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രധാനമായിട്ടൊരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരാഴ്ച ഏകദേശം 7 മെസ്സേജുകൾ ഞാൻ നിങ്ങൾക്ക് നൽകി തന്നു. ഇതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നമ്മുടെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഞായറാഴ്ച മാത്രം ഞാൻ നിങ്ങൾ പറഞ്ഞു, യു ക്യാൻ സപ്പോർട്ട് അവർ മിനിസ്ട്രി ഫിനാൻഷ്യലി ആൻഡ് വാട്ട് എവർ ദ തിങ്സ് യു ക്യാൻ ഡു ടു അവർ മിനിസ്ട്രി ടു. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യു ക്യാൻ ഹോണർ ദിസ് മിനിസ്ട്രി വിത്ത് യുവർ ഫിനാൻസ്, വിത്ത് യുവർ പ്രെയർ, വിത്ത് യുവർ സപ്പോർട്ട് ആൻഡ് വാട്ട് എവർ ദ തിങ്സ് യു വാണ്ട് ടു ഡു യു ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ഓൺലി ഈ സൺഡേയിൽ മാത്രം ഞാനത് പറയുകയാണ്. കാരണം വാട്ട് എവർ ദ തിങ്സ് ഐ ജസ്റ്റ് ഗിവ് ടു യു, ഞാൻ നിങ്ങൾക്ക് നൽകിയതൊന്നും വില കുറഞ്ഞതല്ല. അതുകൊണ്ട് you can also be a part of this ministry and may the Lord richly bless you all. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവാം. ഒരു വാക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസന്നിധി നിങ്ങളുടെ കണ്ണുകൾ അടച്ചു. പിതാവേ, ഞാൻ യേശുവിൻ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാദൈവവും രാജാവുമായവനെ, അങ്ങയുടെ വിലയേറിയ കൃപ നിൻ്റെ മക്കളുടെ മേലിരിക്കണമേ. കർത്താവേ, ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് ഞങ്ങൾ അനുരൂപരാകാതെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹിമയ്ക്കായി ആ രൂപാന്തരത്തെ ലോകത്തിന് കൊടുക്കുന്നവരായി, മാറ്റങ്ങൾ വരുത്തുന്നവരായി, ശക്തമേറിയ സഭയുടെ ഭാഗമായി ദൈവമേ ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ അടുത്ത തലമുറ സഭ വരുത്തിയ മാറ്റങ്ങളിൽ ഓടട്ടെ, സഭ ഒരുക്കിയ പാതകളിൽ ഓടട്ടെ, സഭ വരുത്തിയ സമൂഹത്തിലെ മാറ്റങ്ങളിൽ ഞങ്ങളുടെ ജനറേഷൻ പോകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ദൈവരാജ്യത്തിൻ്റെ ആ കൾച്ചറിനപ്പുറത്ത് ഏതെങ്കിലും ഒരു നിലയിൽ വേദനിക്കുന്നെങ്കിൽ മിശിഹായുടെ നാമത്തിൽ ഞാനിവരെ ഈ നിമിഷം സൗഖ്യമാകാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വിടുവിക്കപ്പെടട്ടെ. എല്ലാ പോവർട്ടിയും മാറട്ടെ കർത്താവേ. ധനവും മാനവും ആരോഗ്യവും ഓരോരുത്തരുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവരാജ്യത്തിൻ്റെ സകല സമൃദ്ധിയും നിന്റെ മക്കൾ അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മെ സപ്പോർട്ട് ചെയ്യാനെങ്കിൽ യു ക്യാൻ കം ടു അവർ ഇൻബോക്സ് ആൻഡ് ഐ വിൽ ഗിവ് യു ദ ഡീറ്റെയിൽസ് ആൻഡ് ഓൾ തിങ്സ്. ഞാനിത് ഞാൻ ലജ്ജ കൂടാതെ പറഞ്ഞതിന് കാരണം യു ഹാവ് ടു നോ ദാറ്റ് വാട്ട് ആർ ദ വാല്യൂസ് ബിഹൈൻഡ് ഇറ്റ്. ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ലെറ്റ്സ് ഗോ ടുഗദർ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീണ്ടും ഗുഡ് നൈറ്റ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഹെവൻ ഇൻവേർഡ് എർത്ത് എന്ന റെവലേഷൻ്റെ 2ാമത്തെ പോർഷനിലേക്ക് നമ്മൾ നാളെ മുതൽ യാത്ര തുടരുകയാണ്. ഡു നോട്ട് മിസ് ദ ലൈഫ്. മേ ഗോഡ് റിച്ച്ലി ബ്ലെസ് യു. ആമേൻ.